മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴും ആര്യപാദം. ആരോ എന്നോ എഴുതിയെന്ന് വിശ്വസിക്കുന്ന ഈ 4 വരിയിലാണ് മലയാളിക്ക് എഴുത്തച്ഛനോടുള്ള എല്ലാ കൃതജ്ഞതയും മലയാളി രേഖപ്പെടുത്തുന്നത്. മാത്രവുമല്ല, രാമായണ പരിപാടി നടത്താൻ തിരുവനന്തപുരത്ത് ഏറ്റവും യുക്തമായൊരു സ്ഥലമാണ് ദേവസ്വം ബോർഡ് തിരഞ്ഞെടുത്തത്. എൻ്റെ ജീവിതം ഭാസുരമായിരിക്കണം എന്നാഗ്രഹിക്കാതെ, എന്നുവരെയാണോ നിന്റെ കീർത്തിയും നിന്റെ നാമവും നിലനിൽക്കുന്നത് അന്ന് വരെ എനിക്ക് ജീവിച്ചിരിക്കണം എന്നാഗ്രഹിച്ച ഒരു പാവം ഭക്തൻ്റെ മുമ്പിലാണ് രാമനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു കഥയുണ്ടല്ലോ, കവിയൂർ ഹനുമാൻ ക്ഷേത്രത്തിൽ ഒരു കസേര ഇട്ടിരിക്കുമെന്നാണ് പറയുന്നത്. രാമായണ പാരായണ സമയത്ത് ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറയുന്നു. നമ്മളിപ്പോൾ എല്ലാത്തിലും യുക്തി നോക്കുന്നവരാണല്ലോ. അങ്ങനെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത് സുഖകരമായി തോന്നുകയില്ല. എന്നാൽ ചില ആളുകൾക്ക് അത് വളരെ ആത്മബലമാണ് താനും. ഈ ഹനുമാനെ കുറിച്ച് ശ്രീരാമൻ പറയുന്നൊരു റെഫറൻസ് ഉണ്ട് സീതയോട്. പുഷ്കര നേത്രയെ ഹനുമാനെ നീ കണ്ടായല്ലേ, നിന്നിലും എന്നിലുമുണ്ട് എല്ലാ നേരവും ഇവൻ. എന്നിട്ടോ അചഞ്ചലമായ ഭക്തിയുള്ള ആളാണ് എന്നാണ് പറയുന്നത്. അചഞ്ചല ഭക്തിയുള്ള ഒരാളിൻ്റെ മുമ്പിലാണ്, രാമനോട് അചഞ്ചല ഭക്തിയുള്ള ഒരു ഭക്തൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് ഹനുമാന് തന്നെ അറിയുകയും ചെയ്യാം. ഹനുമാൻ വളരെ അഭിമാനത്തോടുകൂടി സുന്ദരകാണ്ഡത്തിൽ പറയുന്നുണ്ടല്ലോ, അജ തനയ തനയ ശരസമം അധിക സാഹസാൽ അദ്ദൈവ പശ്യാമി രാമഭഗ്നിയും അഹം പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവുടുകിടക്കും ഈ ജന്മന കിം പുനസ്തസ്യ ദോതോസ്മ്യഹം എന്നാണ്. ചാവാൻ കിടക്കുമ്പോൾ ഒരു നേരം രാമാന്ന് വിളിച്ചാൽ പോലും അവന് മുക്തി കിട്ടും. പിന്നെയാണ് ഫസ്റ്റ് പേഴ്സണൽ സെക്രട്ടറി ആയി ഞാൻ. എനിക്ക് സുഹൃതം എപ്പോഴേ കിട്ടി എന്നാണ്. ശ്രീരാമൻ ഹനുമാനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. ലങ്കയിൽ നിന്ന് വരുന്ന സമയത്ത് കെട്ടിപ്പിടിക്കുന്ന രംഗത്ത് എഴുത്തച്ഛൻ എണീറ്റ് എന്ന് മലയാളിയുടെ മിഡില ചപ്പളാങ്കട്ടിൽ ഒറ്റ അടി കൊടുത്തിട്ട് പറയാണ്, ഓർക്കടോ മാരുതപുത്ര ഭാഗ്യവതിയെ. കണ്ട ഈ ജെൻഡറോ അല്ലെങ്കിൽ ജൈവികതയോ അല്ലെങ്കിൽ ഏത് ഇനമാണെന്നോ ഒന്നും ഭഗവാന്റെ നോട്ടമില്ല. കണ്ട ഒരു വാനരനെ കെട്ടിപ്പിടിക്കുന്ന കണ്ട, നീ ഇങ്ങനെ നടന്നോ എന്നാണ്. നീ ഇങ്ങനെ നടന്നോ എന്നാണ്. അന്ന് ഇവിടെ ഭയങ്കര ആടിയും പ്രശ്നവും, നാട്ടുരാജാക്കന്മാർ തമ്മിൽ ഇടി, ഈ അടിച്ചോണ്ടുള്ള സാധനത്തിനെ ഒന്ന് തിരിച്ചു പിടിക്കാൻ അറിഞ്ഞുകൂടാതിരിക്കുന്ന, കാലിൽ നീട്ടിയിരുന്ന് തിന്നാൻ മാത്രം അറിയാവുന്നൊരു മലയാളി. ആ സന്ദർഭത്തിലാണ് എഴുത്തച്ഛൻ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി ഇത് അവതരിപ്പിക്കുന്നത്. ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതാണ് എന്തുകൊണ്ടാണ് ഈ കടല് കടന്നുപോയ സീതയെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൈദേശിക ശക്തികൾ ഇവിടുന്ന് എന്തൊക്കെ കൊണ്ട് കടൽ കടന്നിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യതയും ആത്മവീര്യവും നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് വാൽമീകി മനുഷ്യനാണെന്ന് പറഞ്ഞ ശ്രീരാമൻ മനുഷ്യനല്ല എന്ന് എഴുത്തച്ഛൻ കയറി ആണയിട്ടത്. നമുക്കറിയാമല്ലോ അത്. എന്നെക്കാൾ രാമായണം അറിയുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. മനുഷ്യനല്ല രാമൻ മാനവശിഖാമണി, മനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ. മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ. ഈ മാനമില്ലാതെ എന്ന് പറഞ്ഞാൽ കാലവും ദേശവും താണ്ടിയാണല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ ഇപ്പോഴ് സാധാരണ നമ്മൾ പറയില്ല, ഒരു നിർഗുണം, മാനവുമില്ല മര്യാദയില്ല എന്ന് പറയും. ഇതിൽ നിർഗുണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഗുണത്തെയും അവലംബിക്കാത്തവൻ, പ്രത്യേകിച്ച് ഒരു ദോഷത്തെയും പ്രകടിപ്പിക്കാത്തവൻ, എല്ലാത്തിനെയും ഒരുപോലെ കാണുന്ന സംയമിയായ ആൾ. അങ്ങനെയുള്ള ആളിനെ ഭഗവത്ഗീത വിളിക്കുന്ന പേര് സ്ഥിതപ്രജ്ഞൻ എന്നാണ്. അത് അങ്ങനെയുള്ള ആൾ എങ്ങനെ ഇരിക്കും എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. സമലോഷ്ടാശ്മ കാഞ്ചന ആണ്. സമലോഷ്ടാശ്മ കാഞ്ചന. സ്വർണം കണ്ടാലും കല്ല് കണ്ടാലും ഒരുപോലെ കണക്കാക്കും. ഭീമ ജ്വല്ലറി മുമ്പേ കൂടെ പോകുമ്പോൾ അതേ മാനസികാവസ്ഥയായിരിക്കും മറ്റേ കട്ട ഇറക്കണ കടയിലോട്ട് വഴി പോകുമ്പോഴും ഒരേ മാനസികാവസ്ഥയായിരിക്കും.
നമ്മുടെ സന്നിധാനം മാസികയുടെ ചീഫ് എഡിറ്ററായി മധുസൂദനൻ നായർ ഇത് ചെയ്യുന്ന ഒരു സാധനം സൂക്ഷ്മമായിട്ട് എടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജിയെ പറ്റി പറയുമ്പോൾ കല്ലിലും പൊന്നിലും ഒരേ മുഖം കണ്ടവൻ. അതിന്റെ ഒറിജിൻ കിടക്കുന്നത് ഭഗവത്ഗീതയിലാണ്. സമലോഷ്ടാശ്മ കാഞ്ചന. അത് എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്. ലോഷ്ടാശ്മ കാഞ്ചന സന്നിഭരായുള്ള ഋഷിമാരുടെ മനസ്സാണ് നിന്റെ ഒരു വീട് എന്ന് ശ്രീരാമനോട് വാൽമീകി പറയുന്നുണ്ട്. വാൽമീകിയോട് ശ്രീരാമൻ പറയും, വാൽമീകി ആശ്രമ പ്രവേശം വളരെ രസമാണ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ. ശ്രീരാമൻ പറയും, പിന്നെ ഞാൻ കാട്ടിലോട്ട് വന്നല്ലോ, എൻ്റെ അച്ഛൻ കാണിച്ചു വെച്ച പരിപാടിയൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ അച്ഛൻ അമ്മയ്ക്ക് ഒരു വരം കൊടുത്തു. മുന്നം സുരാസുര യുദ്ധത്തിൽ അച്ഛൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രഥചക്രം തെറിച്ചു പോകാൻ പോയപ്പോൾ അമ്മ ഈ വിരൽ കൊണ്ട് അതിനെ അടച്ചു വെച്ചു. ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, മുനിമാരാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നവരാണെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് കാട്ടിൽ പോകേണ്ടത്, പക്ഷേ എനിക്ക് താമസിക്കാൻ നല്ലൊരു സ്ഥലം ഇതുവരെ ശരിയായില്ല. അതുകൊണ്ട് എനിക്കൊരു വീട് നോക്കണം. ഞാൻ മാത്രമല്ല, കുടുംബം വന്നിട്ടുണ്ട്, ഭാര്യ വന്നിട്ടുണ്ട്, പിന്നെ എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. പിന്നെ കുടുംബമായിട്ട് താമസിക്കാൻ ഒരു സ്ഥലം വേണം എന്ന് പറയുന്നത്. അപ്പോൾ വാൽമീകി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സ്വന്തമായിട്ട് 9 വീടുള്ള അങ്ങേക്ക് ഞാൻ ഇനി 10ാമത് വീടുണ്ടാക്കി തരണോ? വാൽമീകി ആശ്രമ പ്രവേശം ഒന്നുകൂടി വായിക്കുമ്പോൾ നമുക്ക് രസം മനസ്സിലാവും. സ്വന്തമായിട്ട് 9 വീട് അങ്ങേക്കുണ്ട്, എന്നിട്ട് ഞാൻ ഇനി 10ാമത് തികയാത്തോണ്ടൊരു വീട് കൂടി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഈ 9 വീട് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഋഷിമാരുടെ ഹൃദയം, സാധാരണക്കാരന്റെ നിറഞ്ഞ മനസ്സ്, എല്ലാം ത്യജിച്ച് ഈശ്വരനിലേക്ക് വേണ്ടി മാത്രം സഞ്ചരിക്കുന്ന ആളിന്റെ മനോവ്യാപാരങ്ങൾ മുഴുവൻ, പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെ കീർത്തനത്തിന്റെ അകത്ത് അർത്ഥ സൗകുമാര്യതയിലൊക്കെ അങ്ങേക്കിരിക്കാനുള്ള വീടുകളാണ്. 9 വീടുള്ള ഗൃഹസ്ഥനോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം എന്നാണ് വാൽമീകി പറയുന്നത്. ഇന്നും ആ വാൽമീകി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ കഥ പറയുന്നത് നമുക്കറിയാം. പണ്ട് കാട്ടാളനായിരുന്നതും ഒക്കെ അറിയാം. അപ്പോൾ പറയുന്നുണ്ടല്ലോ, സപ്തർഷികൾ പറയും, നീ പോയി ചോദിച്ചിട്ട് വാ, നീ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ നീ ഈ അവർക്ക് വേണ്ടിയാണല്ലോ ഊറ്റിപ്പാറ്റിയൊക്കെ കൊടുക്കുന്നത്, അവർ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ, ആ പാപം ഏറ്റുവാങ്ങുമോ എന്ന് ചോദിച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ ആ കാട്ടാളന്റെ ഭാര്യയും മക്കളും പറഞ്ഞ മറുപടി ഇന്നും നമ്മുടെ വീടുകളിൽ പറയുന്നുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ആര് ചെയ്താലും പറയും. ആ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പിടിപ്പുകേടിലും പറയും, നമ്മുടെ ഭർത്താവിനെ കുറിച്ചും പറയും, ആരെക്കുറിച്ചും പറയും. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയും. നിത്യജീവിതത്തിൽ സംഭവിക്കാവുന്ന എല്ലാ സന്ദർഭങ്ങളെയും രാമായണം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കാലദേശം താണ്ടാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത. രാമായണവും മഹാഭാരതവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വാട്ട് ഷുഡ് ബി ദി ലൈഫ് എന്ന് പഠിപ്പിച്ച കൃതിയാണ് രാമായണം. എന്തായിരിക്കണം ജീവിതം, എന്താണ് ജീവിതം, വാട്ട് ഈസ് ദ ലൈഫ് എന്ന് പഠിപ്പിച്ചാണ് മഹാഭാരതം. ഒറ്റ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. രാമായണത്തിൽ ഈ സുഗ്രീവൻ സീതയുടെ കുറച്ച് ആഭരണങ്ങൾ ശ്രീരാമനെ കാണിക്കും. ഒരു സ്ത്രീയെ ഒരു ഭീമാകാരനായ വലിയ തടിയുള്ളൊരു മനുഷ്യൻ പിടിച്ചോണ്ട് പോയി. സുന്ദരനായൊരു മനുഷ്യൻ പിടിച്ചോണ്ട് പോയ സമയത്ത് ഈ സ്ത്രീ ഉത്തരീയത്തിൽ പൊതിഞ്ഞ് കുറച്ച് ആഭരണം താഴേക്കിട്ടു. ഇനി നിങ്ങൾ പറയുന്ന സീത അതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ഈ ആഭരണം ഞാൻ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. ഇതിങ്ങനെ തുറന്നു വയ്ക്കുമ്പോഴേക്കും ശ്രീരാമൻ ഈ ആഭരണം കാണാൻ പറ്റുന്നില്ല. ശ്രീരാമൻ കാണാൻ പറ്റുന്നില്ല എന്നല്ല എഴുത്തച്ഛൻ പറഞ്ഞതെന്നുള്ളതാണ് എഴുത്തച്ഛൻ്റെ ഉള്ളിലെ കവിയെ പ്രകാശിപ്പിക്കുന്നത്. അർണോജ നേത്രനെ എടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. ശ്രീരാമന്റെ കണ്ണ് ഈ ആഭരണം കണ്ടിട്ട് കുറെ കാലമായി. അപ്പൊ കണ്ണീര് കുശലം ചോദിക്കാൻ വന്ന് നിൽക്കുകയാണ്, കൊലസിന്റെ അടുത്തും മാലയുടെ അടുത്തും ഒക്കെ. അതാണ് ആ രംഗം. അപ്പൊ ശ്രീരാമൻ ഓരോന്നും എടുത്ത് ലക്ഷ്മണനെയാണ് കാണിക്കുന്നത്. നെക്ലസ് അവൾക്കുള്ളതാണോ? ലക്ഷ്മണൻ പറയും, എനിക്ക് അറിഞ്ഞൂടാ. കമ്മൽ അവൾക്കുള്ളതാണോ? എനിക്ക് അറിഞ്ഞൂടാ. ആ നെറ്റിയിൽ ഇടുന്നൊരു സീമന്ത സരണിയിൽ അറ്റത്തിടുന്ന ഒരു ചെറിയ സ്വർണ്ണപ്പൊട്ടുണ്ട്, അതുവരെ എടുത്ത് കാണിക്കും. ഇതെങ്കിലും പറയും, ഇതും എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയും. അവസാനം കാലിലെ പാദസരത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ചലമുണ്ട്, ചെറിയ സ്വർണം, അതെടുത്ത് കാണിക്കുമ്പോൾ പറയും, ഇത് ചേച്ചിയുടേതാണ്, കാരണം ഞാൻ പാദ നമസ്കാരം ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ ആയിരിക്കണം അനിയന്മാര് ചേട്ടത്തിയോട് പെരുമാറേണ്ടതെന്നാണ് രാമായണം പഠിപ്പിക്കുന്നത്. എന്നാൽ മഹാഭാരതം പഠിപ്പിക്കുന്നത് അങ്ങനെയാണോ? ചേട്ടത്തിയോട് അവിടുത്തെ അനിയന്മാർ എന്താ ചെയ്ത്? രജസ്വലയായി ഒറ്റ വസ്ത്രത്തിൽ നിന്ന് ചേച്ചിയെ പിടിച്ച് വലിച്ചെഴിച്ച് സഭാന്തികയെ കൊണ്ടുവന്ന് പച്ചയ്ക്ക് വില പറഞ്ഞ് പണയപ്പെട്ടവന്മാരെല്ലാം ഇരിക്കെ കുട്ടികൃഷ്ണന്മാരെ ചോദിപ്പിച്ചല്ലോ, സ്വയം പണയപ്പെട്ടവന് എന്നെ പണയം വയ്ക്കാൻ എന്ത് അധികാരമെന്ന് ധർമ്മപുത്രനോട് പാഞ്ചാലി ചോദിച്ചു. ധർമ്മപുത്രനെ നമ്മുടെ നാട്ടിലെ ഭാഷയെ പറഞ്ഞ വച്ച നാക്കെടുത്തില്ല.
മനസ്സിലായില്ലേ? ആണ് എന്റെ പ്രത്യേകത. അങ്ങനെ പണയപ്പണ്ടമാക്കി ചേച്ചിയെ. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയും, ഞാൻ എന്താണ് നിനക്കൊരിക്കലും എൻ്റെ വസ്തു വരില്ലെന്ന് പറയുന്നു. വേറൊരു വിഭാഗത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയും, അവന്മാരൊക്കെ കൊടുത്താലും നിനക്ക് തരൂല്ലെന്ന് പണ്ട് എൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവന് കൊടുത്താലും ഞാൻ നിനക്ക് തരൂല്ലടാ എന്ന് പറയും. സ്വന്തം അനിയനാണ്, സ്വന്തം അമ്മ പ്രസവിച്ച രണ്ടാമത്തെ മൂന്നാമത്തെ അനിയൻ. ഈ അനിയന് വസ്തു കൊടുക്കില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. ഇതാണ് മഹാഭാരതത്തിൽ നമ്മൾ ആദ്യം കേട്ടത്, അല്ലേ? ശ്രീകൃഷ്ണൻ ദൂതിന് പോയി ചോദിക്കുമല്ലോ, അവർക്ക് 1 ഗ്രാമം കൊടുക്കോ? ഇല്ല. 5 ഗ്രാമം കൊടുക്കോ? ഇല്ല. 5 പേരും കൂടെ 1 ഗ്രാമം കൊടുക്കോ? ഇല്ല. 5 വീട് കൊടുക്കോ? ഇല്ല. 5 പേരും കൂടെ ചേർത്ത് 1 വീട് കൊടുക്കോ? ഇല്ല. 1 മുറി കൊടുക്കോ? ഇല്ല. പിന്നെ എന്ത് കൊടുക്കും? സൂചി കുത്താനുള്ള ഏടവന്മാർക്ക് ഞാൻ കൊടുക്കൂല. ഇത് പറയാത്ത ഒരു കുടുംബത്തിലെ ചേട്ടന്മാരും നമ്മുടെ നാട്ടിൽ ഉണ്ടാവും തോന്നില്ല, വളരെ അപൂർവേ കാണുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുടുംബ വഴക്കുകൾ, പ്രശ്നങ്ങൾ കോടതികളിൽ എത്രത്തോളം കെട്ടിക്കിടക്കുന്നു എന്നുള്ളത്. അതാണ് ഇതൊക്കെ ബാക്കി വെച്ചത് എന്താണെന്നുള്ളതാണ്. ഒരു കൃതി എന്തൊക്കെ ബാക്കി വയ്ക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കണം. രാമായണത്തിൽ വരുമ്പോഴാകട്ടെ, രാമായണത്തില് ഈ നമ്മുടെ ഭരതന്റെ ഒരു കഥയുണ്ട്. എന്തായിരിക്കണമെന്നാണല്ലോ രാമായണം പഠിപ്പിക്കുന്നത്. എന്നാൽ ഭരതൻ ഇതുപോലെ രാജ്യം കിട്ടിയല്ലോ അച്ഛൻ്റെ എന്നല്ല അമ്മ പിടിച്ചു വാങ്ങിച്ചു കൊടുത്തത്. എൻ മകൻ എന്ത് ദുഃഖിപ്പാൻ അവകാശം, നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കുമ്പോ ഭരതൻ അമ്മേ ഞാൻ ഹാപ്പിയായി എന്നല്ല പറയുന്നത്. ദുർഭഗേ മൂഢേ നിശാചര മാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ എന്നാണ് അമ്മയെ വിളിക്കുന്നത്. ഇമാതിരി വൃത്തികെട്ടവളായി പോയല്ലോ നിങ്ങൾ. ഇങ്ങനെയാണോ രാമജേഷ്ഠനോട് പെരുമാറേണ്ടത്? നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്ക് പറയൽ എന്നാണല്ലോ കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ചോദിച്ചു, ഇപ്പൊ എന്താ വ്യത്യാസം വന്നതെന്ന് ചോദിച്ചു. രാമന് കൗസല്യകല എന്നെയാണ് ഇഷ്ടമെന്നാണല്ലോ ഞാൻ കേൾക്കാൻ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ രാമൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്നെയും എൻ്റെ രാജ്യത്തെയും അനാഥമാക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ കാട്ടി പറഞ്ഞു വിട്ടു അല്ലേ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാമെന്ന് പറയുന്നത്. അങ്ങനെ പോകുന്ന അനിയന്മാരാണ് ഉണ്ടാകേണ്ടത് എന്നാണ് രാമായണം പഠിപ്പിച്ചത്. അങ്ങനെയുള്ള അനിയന്മാരെയാണ് ഇപ്പോഴും ആവശ്യം എന്നാണ്, ഈ പ്രസന്റ് കണ്ടീഷനിലും ആവശ്യം എന്നാണ് നമ്മളെ രാമായണം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കാലദേശങ്ങൾ കടന്നിട്ടും അത് നിലനിൽക്കുന്നത്. ക്ലാസിക്കുകളുടെ പ്രത്യേകത അതാണ്. ഏത് കാലത്ത് വായിച്ചു നോക്കുമ്പോഴും ഇത് ഇന്നത്തെ സംഭവമാണല്ലോ എന്ന് തോന്നും. അതുകൊണ്ടാണ് കാളിദാസൻ ക്ലാസിക് കവിയായത്, എഴുത്തച്ഛൻ ക്ലാസിക് കവിയായത്. ഏത് കാലത്ത് വായിച്ചു നോക്കുമ്പോഴും ഏത് കാലത്തും പ്രസക്തമായ കവിതകളാണ്, കാവ്യമാണ്, അക്ഷരങ്ങളാണ്, സന്ദർഭങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഈ ഭരതൻ തിരിച്ചു വിളിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട്. തിരിച്ചു വിളിക്കാൻ പോകുമ്പോൾ ലക്ഷ്മണൻ ഭയങ്കര ഈ ഇമോഷൻ്റെ ആളാണ്, ആയില്യ നക്ഷത്രക്കാരനാണ്. പെട്ടെന്ന് ദേഷ്യം വരും, മുന്നും പിന്നും നോക്കാതെ ദേഷ്യം വരികയും ഒക്കെ ചെയ്യും. അങ്ങനെയാണല്ലോ ലക്ഷ്മണ ഉപദേശമൊക്കെ ഉണ്ടാകുന്നത്. ലക്ഷ്മണൻ ഈ മരത്തിൻ്റെ മുകളിലിരുന്ന് പൂ പറിക്കുന്ന സമയത്ത് ഈ സ്വന്തം രാജ്യത്തെ കൊടി പറന്നു വരുന്നത് കണ്ടു, കൊടി പറക്കുന്നത് കണ്ടു. ഇപ്പോൾ സർപ്പമാണ്, ചക്ഷുസിനാണ് ബലം കൂടുതൽ, ചെവിയില്ല എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം പറഞ്ഞാൽ കേൾക്കില്ല എന്നാണ്. ഒരുത്തൻ ആരും പറഞ്ഞാലും കേൾക്കില്ല. പണ്ട് വള്ളത്തോൾ പറഞ്ഞൊരു കാര്യം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പിന്നെ വള്ളത്തോൾ പറഞ്ഞു, പ്രധാനമന്ത്രി നെഹ്റു പറഞ്ഞാലും ഞാൻ കേൾക്കില്ല എന്ന്, കാരണം ഞാൻ പൊട്ടനാണല്ലോ എന്ന്. ചക്ഷുശ്രവണനാണ് സർപ്പം, കണ്ണുകൊണ്ട് കേൾക്കുന്നവനാണ്, ഭയങ്കര ദൃഷ്ടിയാണ്. നോക്കുമ്പോൾ കൊടി പറക്കുന്നു, ഉടനെ താഴെ ഇറങ്ങിയെന്ന് പറയും, ചേട്ടാ ഭരതം വരുന്നുണ്ട്, രാജാധികാരം കിട്ടിയതിന്റെ സകലമാന അഹങ്കാരത്തോടും കൂടി നമ്മളെ കൊന്നിട്ട് ചിലപ്പോൾ ചേച്ചിയെ കൊണ്ടുപോയേക്കും, ഒളിപ്പിച്ചു വയ്ക്കാൻ പറഞ്ഞു. ശ്രീരാമൻ പറയുന്നൊരു മറുപടിയുണ്ട്, നീ ഭരതനെ കുറിച്ചല്ലേ പറഞ്ഞു, എൻ്റെ കുട്ടിയെ എനിക്കറിയാം, നീ പൂ പറിച്ചിട്ട് ഇറങ്ങി. എൻ്റെ കുട്ടിയെ എനിക്കറിയാം എന്ന് എത്ര ജ്യേഷ്ഠന്മാർക്ക് അനിയനെ കുറിച്ച് വാത്സല്യത്തോടെ പറയാൻ കഴിയുമെന്നാണ് ഇന്നും രാമായണം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ചെന്നോണോ പറഞ്ഞൂടെ, നീ അറിഞ്ഞ മറ്റോ വക്കീലിനെ കാണാൻ പോയി, നിന്റെ അനിയൻ എന്ത്, നിന്റെ അച്ഛൻ അന്ന് മരിക്കുന്നതിന് മുമ്പ് ഒരു വസ്തു എഴുതി വെച്ചില്ലേ, അത് അവൻ്റെ പേരിലാക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. എന്താണെന്ന് ചോദിക്കും മുമ്പേ ചാടി എഴുന്നേറ്റ് വേറൊരു ആധാരം എഴുത്തുകാരനെ കണ്ട് ഇതിനെ തിരുത്തി എഴുതി റെഡിയാക്കാൻ പോവും. ഇതെന്താണെന്ന് പോലും അന്വേഷിക്കില്ല, ചാടി ഇറങ്ങുകയാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് എൻ്റെ കുട്ടിയെ എനിക്കറിയാം എന്ന് പറയുന്ന ഒരു ചേട്ടനെ കുറിച്ച് അവതരിപ്പിക്കുന്നത്. വരുമ്പോൾ ഓടി വന്ന് ആ മണ്ണിൽ വീണ് നമസ്കരിക്കുകയാണ്. ചേട്ടൻ എന്താ ഈ കാണിച്ചത്, ചേട്ടൻ ഇങ്ങനെ എന്തിനാ ഇറങ്ങി വന്നത്,
ആരെങ്കിലും പറഞ്ഞെന്ന് കേട്ട് ചേട്ടൻ ഇങ്ങനെ വരണോ എന്ന് ചോദിച്ച് തിരിച്ചു വിളിക്കാൻ പോകുമ്പോൾ ശ്രീരാമൻ പറയുന്നൊരു മറുപടിയുണ്ട്. ഞാൻ എൻ്റെ അച്ഛന് കൊടുത്ത വാക്കാണ്, മൂത്ത മകൻ എന്നുള്ള നിലയിൽ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഏറ്റവും ബാധ്യസ്ഥനായ ആൾ ഞാനാണ്. 4 മക്കളിൽ ഞാനാണ് ഏറ്റവും ബാധ്യസ്ഥനായ ആൾ. ഞാൻ കാട്ടിൽ പോകണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാനത് അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനാണ് എന്നതാണ്. അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന എത്ര കുട്ടികളുണ്ട് ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്ന് ചോദിക്കുന്നിടത്താണ് ഈ വാക്കിന്റെ പ്രസക്തി. ശ്രീരാമന് മുമ്പ് തന്നെ കൈകേയിയോട് തർക്കിച്ച് പറഞ്ഞിട്ടുള്ളതാ. കൈകേയി പറഞ്ഞ കാരണം താത ദുഃഖത്തിന് നീ തന്നെ എന്ന് പറയുന്നില്ല. നീയാണ്ട അച്ഛന്റെ ദുഃഖത്തിന് കാരണം. അച്ഛൻ ഇപ്പൊ ഈ ദശരഥനാകെ ഒരു പണിയേ ഉണ്ടായിട്ടുള്ളൂ രാമായണത്തിൽ 12 സ്ഥലത്ത്. മന്നവൻ മോഹിച്ചു വീണിടിനാൽ ഭൂതലേ. ആകെ മക്കളുടെ കാര്യത്തിൽ ദശരഥൻ ചേരുള്ളത് മോഹിച്ചു വീണു 4-5 പറഞ്ഞ അത്രയേ ഉള്ളൂ. പിന്നെ മുഹൂർത്തം മാത്രം എഴുന്നേറ്റിരുന്ന് ഒരു മോഹം കഴിവ് റെഡിയായി വീണ്ടും ബോധം കെട്ട് വീഴും. കാരണം അദ്ദേഹത്തിന് താങ്ങാനുള്ളൊരു ശക്തി ഉണ്ടാവില്ല. രാമൻ എന്ന് പറയുമ്പോൾ ആദ്യം ബോധം കെട്ട് വീഴാൻ പോയത് വിശ്വാമിത്രന്റെ മുമ്പെയാണ്. നിങ്ങൾക്ക് ആ സന്ദർഭം അറിയാം. വിശ്വാമിത്രം വന്ന് കാട്ടിൽ വിളിച്ചോണ്ട് പോകാൻ പോകുന്നു. എന്തിന്? വിശ്വാമിത്രം വന്ന് എന്തിനാ കാട്ടിൽ വിളിച്ചോണ്ട് പോകാൻ പോണു? ഏറ്റവും ഭീമാകാരന്മാരുള്ള 2-3 രാക്ഷസന്മാരുടെ മുമ്പേ കളിക്കായിട്ട് കൊടുക്കാനാ, അല്ലാതെ ഐസ്ക്രീം വാങ്ങി കൊടുക്കാൻ കൊണ്ടുപോയതല്ല. കരദൂഷണ തൃശ്ശിരാക്കളുടെ അടുത്തുകൊണ്ട് ഇട്ടുകൊടുക്കാൻ പോയതാണ്. ഒരച്ഛൻ സമ്മതിക്കുമോ? മകനില്ലാതെ മക്കളില്ലാതെ ആഗ്രഹിച്ച് ഋഷ്യശൃംഖനെ പോലെ മഹാപ്രഭു പണ്ഡിതനായിട്ടുള്ള ഒരാളിനെ കൊണ്ടുവന്ന് യാഗം നടത്തി അതിൽ 4 മക്കളുണ്ടായി. ആ മക്കളെ പരിപാലിച്ച് അവർക്ക് 11.5 വയസ്സ് തികഞ്ഞില്ല. പിള്ളേരെ നല്ല പ്രായം കണ്ടില്ല. അതിനു മുമ്പേ കാട്ടില് സമയത്ത് ആഹാരം കിട്ടുമെന്ന് പോലും വ്യവസ്ഥയില്ലാത്ത കാട്ടിൽ വിളിച്ചോണ്ട് പോവുകയാണ്. വിടണ്ടെന്ന് വിചാരിച്ചു മനസ്സിൽ. പക്ഷെ വസിഷ്ഠനോട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ ഇത് സമ്മതിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ വിശ്വാമിത്രന്റെ സ്വഭാവം വസിഷ്ഠ മഹാമുനി അങ്ങേക്കറിയാലോ, അന്വയനാശം കൂടി വരുത്തും വിശ്വാമിത്രൻ. മണ്ണം വാരിയിട്ട് പ്രാവി തൊലച്ചുകളയും കുടുംബം മുഴുവൻ. അതുകൊണ്ട് വിട്ടേ പറ്റൂ. അപ്പോൾ വസിഷ്ഠൻ പറയും, സാരമില്ല, സീതാ സ്വയംവരത്തിന് വേണ്ടിയാണ് പോകുന്നതെന്ന് വിചാരിച്ചാൽ മതി, കൊല്ലാൻ വേണ്ടിയല്ല എന്ന് പോകുന്ന സന്ദർഭമൊക്കെ നമുക്കറിയാം. എന്നുവെച്ചാൽ ഇത്തരത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കുന്ന ഒരു പാരമ്പര്യവും സംസ്കാരവും ദശരഥൻ മുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രീരാമനും അതുള്ളത്. ശ്രീരാമൻ കൈകേയിയോട് പറയുന്നുണ്ട്, അമ്മേ ഇത്രയൊന്നും പറയണ്ട, എനിക്കറിയാം. താതാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ. മാനസ ഖേദം അതിനിൽ എനിക്കേതും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യം എന്നാലെന്നറിയുക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്ക എന്ന് ചൊൽകിലും തക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ. പാവകൻ തങ്കൽ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും ഞാൻ ചെയ്യും. എന്നിട്ട് പ്രധാനമായും ഇന്നത്തെ കാലത്തും ഓർമ്മിക്കേണ്ട 3 തരം മക്കളെ പറ്റി രാമൻ അവിടെ പറയുന്നുണ്ട്. ഈ ഉത്തമപുത്രൻ ആരാണെന്നുള്ളത്. താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ. താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ. അച്ഛൻ വിഷമിച്ചിരിക്കുക ബൈക്ക് നോക്കിക്കൊണ്ട്. പെട്രോൾ ഒഴിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് 200 രൂപ കൊടുക്കണ മകൻ ഉത്തമനായ മകൻ. ഇനി വേറൊരെണ്ണമുണ്ട്, മക്കളെ 150 മുളക് വാങ്ങിച്ചുകൊണ്ട് പോടാ ശശികണ്ഠ കടയെന്ന് അമ്മ പറയുമ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നവൻ മധ്യമനായ പുത്രൻ. അല്ലാതെ വേറൊരെണ്ണമുണ്ട്, മക്കളെ 30-ാം തീയതി ആയി, കറണ്ട് കാർഡ് അടയ്ക്കാനുള്ള ദിവസമായി, പൈസ ഉണ്ടെങ്കിൽ കറണ്ട് കാർഡ് അടച്ചിട്ട് വേടാ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ലല്ലോ ഈ വീട്ടിലുള്ളത് എന്ന് പറയുന്നവൻ ജനിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. പിത്രോൻ മലം എന്ന് ചൊല്ലുന്നു സത്തുക്കൾ, യുദ്ധമെല്ലാം പരിജ്ഞാതം മയാധുന. അമ്മേ എനിക്കിതെല്ലാം അറിയാം, ഞാനിതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് 12 വയസ്സായ പയ്യനാണ് അന്ന് രാമൻ. അതല്ലേ ഇടശ്ശേരി എഴുതിയത്. ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ എന്ന് പറഞ്ഞ കഥയിൽ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. രാവണൻ അപ്പുറത്ത് നിൽക്കുന്നു, പൊൻകിരീടവും ഭൂഷാവൃന്ദവും ഒക്കെ അണിഞ്ഞ് ലുലുമോള് പോലെ രാവണൻ നിൽക്കുന്നു. തൊട്ടിപ്പുറത്ത് മുറുക്കാങ്കട് പോലെ 2 കൊച്ചു പിള്ളേർ. താഴെയുണ്ട് ഇളം പൈതങ്ങൾ വൽക്കലം പൂണ്ടോ എന്നാണ്. അപ്പോഴാണ് അവരെ എടുത്ത് ലിഫ്റ്റ് ചെയ്ത് തോളിൽ വെച്ച് ഈക്വലാക്കിക്കൊണ്ട് എഴുതി കൊടുക്ക്, യുദ്ധം ചെയ്യേ എന്ന് പറഞ്ഞ അല്ലയോ ഹനുമാനെ അങ്ങേ നമിക്കുന്നു എന്നാണ് നമ്മുടെ ഇടശ്ശേരി എഴുതിയിട്ടുള്ളത്. സാന്ദർഭികമായത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നുവെച്ചാൽ 11-12 വയസ്സായതേ ഉള്ളൂ. കാരണം വേദവിധി അനുസരിച്ച് 13-ാം വയസ്സ് മുതലാണ് യുവാവ്. നമ്മുടെ സാഹിബിന്റെ ടീനേജ് അല്ല ഇന്ത്യക്കാരന്റെ ടീനേജ്. 12-ാമത്തെ വയസ്സിലാണ് ശ്രീരാമന്റെ വിവാഹം. അതിന്റെ തെളിവ് എവിടെ കിടക്കുന്നു? രാമായണത്തിൽ കിടക്കുന്നു.
മാലയും ധരിച്ച് നീലോൽപ്പല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുതി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാൻ. ജനകൻ ജഗത്സ്വാമിയാകിയ മരുമോനെ ഭഗവാനെ, രണ്ടായാലും കറക്റ്റ് ചെയ്യുന്നു. ജനകൻ ജഗത്സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ എന്നാണ്. ബാലകനാണ്, 13 വയസ്സായിട്ടില്ല. 13-ാം വയസ്സിലാണ് യുവാവാകുന്നത്. അങ്ങനെയാണ് പഴയ ഹരിചന്ദ്ര രാജാവിന്റെ കഥ. മറ്റേ സത്യസന്ധനല്ല, വേറൊരു ഹരിചന്ദ്ര രാജാവുണ്ട്. ശുനശേഭന്റെ കഥ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ നിങ്ങൾ നോക്കണം എപ്പോഴെങ്കിലും. അത് ഇതുപോലെയാണ്. ഹരിചന്ദ്ര രാജാവിന് അജീർണം ബാധിച്ചപ്പോൾ ദേവേന്ദ്രനെ പ്രാർത്ഥിച്ചിട്ട് ദേവേന്ദ്രൻ പറഞ്ഞു, ശരി പിന്നെ റെഡിയാക്കി തരാം, പക്ഷെ അതിൻ്റെ അടുത്ത് ഉണ്ടാവുന്ന കുഞ്ഞിനെ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ 6 വയസ്സായി, 2.5 വയസ്സായപ്പോഴേ ദേവേന്ദ്രൻ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, പല്ലൊക്കെ മുളച്ചതല്ലേ ഉള്ളൂ, കളിയും ചിരിയൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. കുറേ കാലം കൂടി കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. ശരി, 10 വയസ്സായി വീണ്ടും ചെന്ന് ചോദിച്ചു, 10 വയസ്സിൽ എങ്ങനെയാണ് ഉടയത് ഒരു കൊച്ചിനെ വേറൊരാൾക്ക് കൊടുക്കുന്നത്? അവനൊന്നും ഒരു 12 വയസ്സെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 12 വയസ്സ് കഴിഞ്ഞ് 13-ാമത്തെ വയസ്സ് തികയുന്നതിൻ്റെ തലേ ദിവസം അച്ഛൻ പറഞ്ഞുടേ, നാളെ മുതൽ ദേവേന്ദ്രന്റെ കയ്യിലാണ് നീ, അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളത് ചെയ്യാം, നീ ഇന്ന് വേണമെങ്കിൽ ഓടിക്കുമെന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. പിറ്റേ ദിവസം ദേവേന്ദ്രൻ വരുമ്പോൾ പറയുന്നത്, പിന്നെ യുവാവായി അവൻ്റെ ഇഷ്ടത്തിന് അവൻ ജീവിക്കുന്നു, ഞാൻ എന്ത് പറയാനാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, യുവാവുമ്പോൾ സ്വയം ഇഷ്ടത്തിന് ജീവിക്കണമെന്നാണ് വിധി എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പം അങ്ങനെയാണ് ഇന്ത്യക്കാരൻ്റെ യുവാവ് 13 വയസ്സ് മുതലാണ്. ശുനശേവൻ ബന്ധിക്കപ്പെടുകയും പിന്നെ സ്വന്തം മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് തിരിച്ച് ജീവിപ്പിക്കുകയും ചെയ്ത കഥ നിങ്ങൾക്കറിയാം. ഈ ഒരു സന്ദർഭമുണ്ട്. ബാലകപ്രായത്തിലാണ് രാമൻ ഈ സംഘർഷം മുഴുവൻ അനുഭവിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ പഠനത്തിൽ അനുഭവിക്കുന്നത് പോലുള്ള സംഘർഷമാണ്. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ നൂന്നിരിക്കാൻ സമയമില്ല. നല്ലൊരു മഴ അവർ ആസ്വദിച്ചിട്ടില്ല, നല്ല വെയിൽ ആസ്വദിച്ചിട്ടില്ല, നല്ല സ്നേഹം ആസ്വദിച്ചിട്ടില്ല, അമ്മൂമ്മമാരുടെ അപ്പൂപ്പന്മാരുടെ വല്യച്ഛന്മാരുടെ ഇളയച്ചന്മാരുടെ വാത്സല്യം ആസ്വദിച്ചിട്ടില്ല. അവരാകെ സ്കൂളും ട്യൂഷൻ ക്ലാസ്സും വീഡിയോ ഗെയിമും അല്ലാതെ ഒന്നും ആസ്വദിക്കുന്നില്ല. ആണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വിനോദങ്ങളിൽ വിലങ്ങ് വീഴുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. പണ്ട് ഈ പറമ്പിൽ ക്രിക്കറ്റ് കളിക്കാൻ പോവും, ഒരുത്തൻ്റെ പേശീബലം അനുസരിച്ച് അവൻ ബോൾ അടിച്ച് ഉയർത്തും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കമ്പനി ടർഫ് കെട്ടിയിട്ടുണ്ട്. എത്ര പേശീബലം ഉള്ളവനായാലും ശരി, ഈ കമ്പി വേലിക്ക് താഴെ നിന്നാൽ മതി എന്ന് വിനോദത്തിന് വേലി കിട്ടുന്ന കാലത്താണ് നമ്മൾ ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന തൈരുകലം അടിച്ചുടയ്ക്കാൻ പാകത്തിന് വിനോദം ആസ്വദിച്ചിരുന്ന ഈ 4 പിള്ളേരെ കുറിച്ച് ഇപ്പോൾ ഓർമ്മിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മന്ദരെ കൊണ്ടുപോകുന്ന ഈ കലം ഇങ്ങനെ ഉടച്ചുടച്ചിരിക്കുമ്പോഴാണല്ലോ മന്ദര അന്ന് പറയുന്നത്, നിനക്ക് ഞാനൊരു പണി വെച്ചിട്ടുണ്ട്, തരാം. ശ്രീരാമനോട് അന്ന് പറഞ്ഞതാ, നിനക്ക് ഞാൻ ഒരു പണി വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും തരാം എന്നാണ്. പക്ഷേ ഈ പട്ടാഭിഷേക സന്ദർഭത്തിൽ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കണം എന്ന് ഒരു കാര്യം, ഒരു മുൻവിധി ഉണ്ടായിരിക്കുമത്രേ എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഈ പട്ടാഭിഷേകം നടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ശ്രീരാമൻ കൊട്ടാരത്തിൽ തന്നെ താമസിക്കുകയും നന്നായി രാജ്യം ഭരിക്കുകയും മര്യാദയ്ക്ക് അന്തസ്സോടുകൂടി അവസാനം കാലം ചെയ്യുകയും ചെയ്തേനെ. പക്ഷെ രാവണവധം നടക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള ഈ നൂലാമാലകളൊക്കെ സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം, അതിന് അവതാര ഉദ്ദേശം എന്നാണ് നമ്മുടെ ആളുകൾ പറയാറ്. അവതാര ഉദ്ദേശം സാധിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലൂടെ കടന്നു വരേണ്ടതുണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴും വാൽമീകി മനുഷ്യൻ എന്ന് പറഞ്ഞ രാമൻ ഈശ്വരനാണെന്ന് എഴുത്തച്ഛൻ പറയുമ്പോഴും അവസാനം സ്വന്തം ഭാര്യയെ രാവണൻ കൊണ്ടുപോയി എന്നറിയുമ്പോൾ വൃക്ഷസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മളേക്ഷണയായ ദേവിയെ സത്യം ചൊൽവിൻ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, എൻ്റെ ഒരു അധ്യാപകൻ്റെ സഹോദരി, അദ്ദേഹം മകളെപ്പോലെ നോക്കിയ സഹോദരി മരിച്ചുപോയി. ഞാൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇദ്ദേഹം മടമടാന്ന് കരയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, സാർ കരയണ്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുന്നതിന് മറുപടി ഇരുന്നു, കാര്യവട്ടം ക്യാമ്പസിൽ അസോസിയേറ്റ് പ്രൊഫസറൊക്കെ കരഞ്ഞുവിടുന്നുണ്ടോ എന്ന്. എൻ്റെ അധ്യാപകൻ BV ശശികുമാർ സാർ ചോദിച്ചതാണ്, കാര്യവട്ടം ക്യാമ്പസിലെ അസോസിയേറ്റ് പ്രൊഫസറൊക്കെ കരഞ്ഞുവിടുന്നുണ്ടോ, ഞാൻ മനുഷ്യനല്ലേ എന്നാണ് ചോദിച്ചത്.
മാനവഭാവം എപ്പോഴെങ്കിലും ഒരിക്കൽ ഏത് ഈശ്വരനായാലും ഉണ്ടാകും. ശാസ്ത്രത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന രണ്ട് വിഭാഗക്കാര് ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരുമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇവർ രണ്ടുപേരും അവസാനം ചൂണ്ടിക്കാണിക്കുന്ന പക്ഷേ ഈ ദൈവമാണ്. ഡോക്ടർമാർ അവസാനം പറയും മരുന്നെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. ISRO ഏത് റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുമ്പും ഗണപതി പോലെ തേങ്ങ അടിക്കും. കാരണം ഇവരൊക്കെ അറിയാം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നെങ്കിലും നമ്മളെ ഈ സമയം കറക്റ്റാക്കുന്ന വേറെ എന്തോ ഒരു സാധനത്തിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ടെന്നുള്ള വിചാരം നമുക്കുണ്ട്. നമ്മൾ ഈ കൈരളി ടിവിയുടെ മാമ്പഴത്ത് ഞാൻ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ PO മോഹൻ സാർ പറയുമായിരുന്നു, ഇടയിൽ ആ 5 മിനിറ്റ് സമയത്തിൽ ദൈവം എങ്ങനെ കറങ്ങണോ അതുപോലെ ഇരിക്കുമെന്ന്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഫ്ലോറിൽ നിന്നിട്ടേ നമ്മളിപ്പോ ഈ സ്റ്റേജിൽ സംസാരിക്കുന്നോ കവിത ഇല്ലെന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. ആ ഫ്ലോറിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈശ്വരീയമായി ഈശ്വരോന്മുഖമായി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് കൃത്യമായി ഫലിക്കും എന്ന് രാമായണം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ശബരിയുടെ കഥ തന്നെ എടുക്കാം. ഈ കാലദേശം താണ്ടിയാണല്ലോ നമ്മൾ പോകുന്നത്. ശബരിയുടെ കഥയിൽ ശബരി എങ്ങനെയാണ് മുനി സ്വഭാവത്തിലേക്ക് വന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ 1-2 പേർക്ക് വേണ്ടി പറയാം. ഈ സപ്തർഷിമാര് ഒരു കാട്ടിലൊരിടത്ത് താമസിക്കുമ്പോൾ എന്നും രാവിലെ 4 മണിക്ക് അവർ ഉഷകാല പൂജയ്ക്ക് എണീക്കുമ്പോഴേക്കും തലേ ദിവസം കിടന്നപ്പോൾ വൃത്തികേടായിരുന്ന അല്ലെങ്കിൽ ചപ്പും ചവറുമൊക്കെ ആയിരുന്ന മുറ്റം വളരെ വൃത്തിയായിരിക്കുന്നു. പൂജയ്ക്കുള്ള സാധനമൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇതാരാണ് ചെയ്യുന്നതെന്ന് ഒരു പിടിയില്ല. മാസങ്ങളോളം ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സപ്തർഷിമാർ വിചാരിച്ച് ഒളിച്ചിരുന്ന് കണ്ടുപിടിക്കാം വിചാരിച്ച് അവർ രാവിലെ 2 മണിക്ക് എണീറ്റ് ഒളിച്ചിരുന്നപ്പോൾ ഒരു 2:45 മണിയായി പൂരത്തി വരണം. ഒരു 13-14 വയസ്സായൊരു പെണ്ണ് തുറപ്പയൊക്കെ വരികയാണ്. കയ്യിൽ തൂത്തിറക്കുന്നു, പിന്നെ കൈ കഴുകുന്നു, അവിടെ എല്ലാം വൃത്തിയാക്കുന്നു, പൂജയ്ക്കുള്ള ഒരുക്കുന്നു. പോകാൻ ചെന്നപ്പോൾ സപ്തർഷിമാരിൽ ഏറ്റവും പ്രമുഖരായ ഒരാൾ വിളിച്ചു, നിക്കടിയോടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് പേടിച്ചുപോയി. എവിടെ നിന്ന് വരുന്നു? ഞാനിവിടെ അപ്പുറത്തെ കാട്ടിൽ താമസിക്കുകയാണ്. മഹർഷിമാരൊക്കെ കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ച് ഞാൻ ഇതെല്ലാം ചെയ്തു വയ്ക്കുന്നതാണ്. എന്നെ ശപിക്കരുത്, ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നീ കൊള്ളാമല്ലോ, നീ നന്നായി വരും. മഹാവിഷ്ണു, സാക്ഷാൽ മഹാവിഷ്ണു നിനക്ക് ശ്രീരാമചന്ദ്രന്റെ രൂപത്തിൽ ദർശനം നൽകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വിചാരിച്ച പിറ്റേ ദിവസം വരുമെന്നാണ്. നോക്കി ഇരിക്കുക. കാലങ്ങൾ ചെന്നു. 14 വയസ്സായി വന്നില്ല, 18 വയസ്സായി വന്നില്ല, 30 വയസ്സായി, 40 വയസ്സായി, 70 വയസ്സായി, 80 വയസ്സായി, 90 വയസ്സായി, 98 വയസ്സായി. കാഴ്ചയില്ല. കേൾവിയൊക്കെ ഏതാണ്ട് തീരാറായി, കുറച്ചേ ഉള്ളൂ. നടക്കാൻ പറ്റുന്നില്ല, കൈയൊക്കെ ചുള്ളിക്കം പോലെയായി. അപ്പോഴാണ് ഒരു ദിവസം ഇവരെന്നും ചെന്ന് മുള്ളിൽ പിടിച്ചു നോക്കും. കണ്ണുണ്ടല്ലോ, മുള്ളിൽ പിടിച്ചു നോക്കുമ്പോൾ മുറിയുന്നുണ്ടെങ്കിൽ മുള്ളാണ്, വെട്ടിക്കളയും. പഴം കടിച്ചു നോക്കും, മധുരമാണെങ്കിൽ അത് പഴുത്തുമെന്ന് മനസ്സിലാവും, പച്ചയ്ക്കും. അങ്ങനെ ഒരു ദിവസം രാമൻ ദർശനം കൊടുത്തു. രാമോഹം, ഞാൻ രാമനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വിളിച്ചിരുത്തി, ലക്ഷ്മണനോട് കൂടിയാണ് പോകുന്നത്, വിളിച്ചിരുത്തി ഓരോ പഴവും പകുതി തിന്നു നോക്കും. മധുരമാണെങ്കിൽ മാത്രം രാമന് കൊടുക്കും. അതുപോലൊരു പഴം മധുരമാണെങ്കിൽ ലക്ഷ്മണനും കൊടുക്കും. ശ്രീരാമൻ ആസ്വദിച്ച് കഴിക്കും, ലക്ഷ്മണൻ കളയും. അപ്പോൾ ശ്രീരാമൻ നീ എന്താ കഴിക്കാത്തത്? അപ്പോൾ ലക്ഷ്മണൻ പറയും, പിന്നെ ഇപ്പം ഈ കാട്ടിലൊക്കെ ജീവിക്കുന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷെ ഞാൻ നല്ല കുടുംബത്തിലാണ് ജനിച്ചത്. ഞാൻ നല്ല ആഹാരം തീറ്റി കണ്ടു വളർന്നത് തന്നെ. അതുകൊണ്ട് എനിക്ക് കണ്ട കാട്ടുവാസി കളവികളിൽ നിന്ന് എൻ്റെ ബാക്കിയൊന്നും ഞാൻ തിന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശ്രീരാമൻ എഴുന്നേറ്റ് നിന്ന്, സത്യത്തിൽ ഒരു 1.5 മണിക്കൂർ പ്രഭാഷണമാണ്, ആരാണ് ഉത്തമനായ ഭക്തൻ / ഭക്ത എന്ന് പറയുകയാണ്. എന്താണ് നിവേദ്യം? തിടപ്പള്ളിയിൽ വേവുന്നത് മാത്രമല്ല നിവേദ്യം, എന്തൊക്കെയാണ് നിവേദ്യത്തിൻ്റെ സ്വഭാവം? ആ രസത്തിൽ നിന്ന് എങ്ങനെയാണ് ഭക്തി ഉണ്ടാകുന്നത്? ശ്രീകാളം രസകാമധേനു എന്ന് കുമാരനാശാൻ ചുമ്മാ ഒരു രസത്തിന് എഴുതിയതല്ല. ഈ രസത്തിലൂടെ എങ്ങനെയാണ് ആത്മാംശം പകരുന്നത്, അന്നത്തിലൂടെ എങ്ങനെ സ്നേഹം പകരും എന്ന് എണീറ്റ് നിന്ന് പ്രഭാഷണം നടത്തുക. കേൾവിക്കാരനായിട്ട് ലക്ഷ്മണൻ മാത്രം, പിന്നെ അല്പം കേൾവിയുള്ള പിന്നെ നമ്മുടെ ശബരിയും. രാമായണം മുഴുവൻ ഒരു കേൾക്കലിന്റെ കലയാണ്. സന്ദർഭങ്ങൾ മുഴുവൻ കാണലല്ല, കേൾവിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, മുഴുവൻ കേൾവിയാണ്. മുന്നം എന്നോട് ഇതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ്
കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ എന്നാണ് ശിവൻ പാർവതിയോട് പറയുന്നത്. ശിവനും പാർവതിയും തമ്മിൽ കാണുമ്പോൾ പാർവതി ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമാണ്, ഏറ്റവും ഗുണയുക്തവാനായ ഒരു ആളിൻ്റെ കഥ, രാമദേവന്റെ കഥ എനിക്ക് കേട്ടാൽ കൊള്ളാമെന്ന് പറയുമ്പോഴാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. മുന്നം എന്നോട് ഇതാരും ചോദ്യം ചെയ്തില്ല, ഇതുവരെ എന്നോട് ആരും ഇത് ചോദിച്ചിട്ടില്ല, നിന്നാണ് കേൾപ്പിച്ചതിൽ ആരെയും ജീവനാഥ്. എനിക്കൊരു സംശയം വന്നു, ഈ നിന്നാണെ കേട്ടപ്പോൾ എനിക്കൊരു സംശയം വന്നതേ, എഴുത്തച്ഛൻ നമ്മുടെ കരമനപ്പാലം കടന്നു പോയിട്ടുണ്ടോ എന്നൊരു സംശയം വന്നു. സംശയമാണ് വന്നു, കാരണം എഴുത്തച്ഛൻ ഈ തേവാരക്കെട്ട് സരസ്വതി ക്ഷേത്രത്തിൽ ഭജന വരുന്നിട്ടുണ്ടെന്നൊക്കെ ആരോ പറഞ്ഞു കേട്ടു. പക്ഷെ അത് ശരിയല്ലെന്ന് എനിക്ക് എൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായി. എഴുത്തച്ഛൻ അമ്പലപ്പുഴ വരെ വന്നിട്ടുള്ളൂ, അതിന് ശേഷം വന്നിട്ടില്ല. അമ്പലപ്പുഴ രാജാവാണ് അധ്യാത്മരാമായണം സംസ്കൃതം കൊടുത്തിട്ട് ഇതിനെ മലയാളീകരിച്ച് തരൂ എന്ന് പറയുന്നത് അമ്പലപ്പുഴ രാജാവാണ്. അപ്പോൾ അമ്പലപ്പുഴ, ഓണാട്ടുകര, മാവേലിക്കര ഈ ഭാഷയൊക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. പൈതല വേറിട്ട് പോയ പശുവിനുള്ള ആദിയൊക്കെ ഒഴുകി സാധാരണമായിട്ട് വരികയാണ്. ഉൾക്കുരുന്നിങ്കൽ വാഴുക രാമനാം ആചാര്യനും നിരണത്തെ രാമപ്പണിക്കരാണ്. മാവേലിക്കരയ്ക്ക് അപ്പുറത്ത് ഒരു കണ്ടിയൂരുണ്ട്, അന്വേഷിക്കേണ്ടതാണ്. വടക്ക് കണ്ടിയൂരാണോ തെക്കാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. ഈ വണ്ടിയും വള്ളം ഇല്ലാത്ത കാലത്ത് അവിടെ നിന്ന് വരാനാണോ എളുപ്പം, ഇവിടെ നിന്നൊരു വള്ളം കയറി അപ്പുറത്ത് പോകാനാണോ എളുപ്പം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. മലയാളി തെക്കന്മാർക്ക് പിന്നെ ഒരു കുഴപ്പമുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ ഭയങ്കര മികവാണ്. ഈ നെയ്യാറ്റിൻകരയ്ക്ക് അപ്പുറത്ത് കോട്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഭാസന്റെ നാടകചക്രം കണ്ടു കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞത് അത് ഈ കോട്ടയ്ക്കലായിരിക്കില്ല, വടക്ക് കോട്ടയ്ക്കലായിരിക്കും, അവിടെ അല്ലേ ഇതൊക്കെ ഉള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ മാത്രമല്ല, ഇങ്ങോട്ടും ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു ചലച്ചിത്ര സംവിധായകൻ പറഞ്ഞാണ്, ഈ നിളാതീരത്തെ സാഹിത്യത്തെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചലച്ചിത്ര സംവിധായകൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു എന്ന്, അവിടെ മാത്രമല്ല എൻ്റെ നാട്ടിൽ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, കരമനയാറെന്ന് പറയുമെന്ന്. എന്നുവെച്ചാൽ അവിടെ ഉണ്ടായാലും, നെയ്യാറിൻ്റെ കരയിലുണ്ടായാലും കരമനയാറിൻ്റെ കരയിലുണ്ടായാലും ഇതുപോലെയുള്ള പ്രതിഭകൾ ഉണ്ടാവാം. ഏത് നദിയും ആ കരയിലുള്ളതിനെ പരിപുഷ്ടിപ്പെടുത്തും എന്നുള്ളതാണ്. അതാണ് ഈ സരയൂ നദിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് രാമൻ ആലോചിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്തില്ല എന്ന്. അപ്പോഴും സരയൂ നദി വൈമുഖ്യം പ്രകടിപ്പിക്കുന്നുണ്ട്, ഇറങ്ങരുത്, ഞാൻ എടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് രാമൻ പറയുന്നത്, അല്ല, എന്നെ കൈക്കൊണ്ടേ പറ്റൂ, കാരണം എനിക്ക് സമയമായി, അതുകൊണ്ട് എന്നെ കൈക്കൊണ്ടേ പറ്റൂ എന്നൊരു അനുവാദം ചോദിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗമുണ്ട്. ഏതൊരു ചരാചരത്തോടും അസാധാരണക്കാരനായാൽ പോലും അനുവാദം ചോദിച്ചുകൊണ്ട് പ്രകൃതിയെ സമീപിക്കുന്ന ഒരു രീതി രാമായണം മുതൽ ഇങ്ങോട്ട് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് ഈ അമ്പലത്തിൽ പോയപ്പോൾ ഈ ശിവൻകുട്ടി സാറ് ഞാനും കൂടെ കയറുന്ന സമയത്ത് അദ്ദേഹം ആ ചെമ്പകത്തിൽ തൊട്ട് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള മരമാണ്, ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഈ മരമാണ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നെക്കാൾ മൂത്ത കവി തൊട്ട് നമസ്കരിച്ചു, അപ്പോൾ ഞാനും തൊട്ട് നമസ്കരിച്ചു. എന്നുവെച്ചാൽ എങ്ങനെയാണ് പ്രകൃതിയിലെ സർവത്തിനെയും രാമൻ അഡ്രസ്സ് ചെയ്തത് എന്നുള്ളതാണ്. ശബരിയുടെ കാര്യം, അണ്ണാന്റെ കാര്യം അല്ലേ, അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന പ്രയോഗം മലയാളത്തിൽ വന്നു. അതിനുശേഷം അതിനെ കുറച്ചേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, കുറച്ച് മണ്ണേ അതിനകത്ത് പുരളുന്നുള്ളൂ. പക്ഷെ അത് ചെയ്തല്ലോ എന്ന് ഓർത്തതിൻ്റെ സന്തോഷം കൊണ്ട് തഴുകിയപ്പോഴാണ് 3 വര എന്ന് പറയുന്നത്. നമ്മളെ സാധാരണ പറയും, അതിപ്പോൾ ലോകത്തുള്ള എല്ലാ അണ്ണാൻ്റെയും 3 വര കാണും. അങ്ങനെ അല്ല എന്ന് പറഞ്ഞത് മലയാളത്തിലൊരു കവിയാണ്. ആ കവിയുടെ പേര് ഏഴാശ്ശേരി രാമേന്ദ്രൻ എന്നാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞാണ്, മകളുടെ കൂടെ അമേരിക്കയിൽ നിൽക്കാൻ പോകുമ്പോൾ, അമേരിക്കയിൽ അണ്ണാനുണ്ട് സുമേഷ് കൃഷ്ണൻ, വളരെ വലിയ പന്നീലി പോലെയുള്ള അണ്ണാൻ. ഈ അണ്ണാൻ ഇങ്ങനെ കുതിച്ചു പോകുമ്പോൾ ഞാൻ നോക്കി, 3 വരെ ഇല്ലല്ലോ. ശരിയാണ്, 3 വരെ ഇല്ല, അത് ഇന്ത്യയിലെ അണ്ണാനേ ഉള്ളൂ. അതാണ് ഈ കഥ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ബന്ധിപ്പിക്കും നമ്മളെ. ഈ 3 വര എന്ന് പറയുന്നത് വാത്സല്യത്തിന്റെ വരയാണ്. അത് മുറിപ്പാടിന്റെ വരയല്ല, വാത്സല്യത്തിന്റെ വരയാണ്. അണ്ണാന്റെ ഏറ്റവും വലിയ ജീവിത സാഫല്യമായിട്ടാണ് അണ്ണാൻ ഇതിനെ കണ്ടത്. ഹനുമാൻ അടക്കമുള്ള, അങ്കദനടക്കമുള്ള ഒരുപാട് പേര് ഈ സീതാന്വേഷണത്തിന്റെ കൂടെ നിന്നവരുണ്ട്. ഒടുവിൽ വിഭീഷണനോട് പോലും ശ്രീരാമൻ പറയുന്നുണ്ട്, ഈ രാവണനെ കൊന്നിട്ടേക്കുക. അതാണ് പ്രതിപക്ഷ ബഹുമാനം എന്നൊരു കാര്യം നമ്മളിൽ ഇപ്പോൾ ഇല്ലാത്തൊരു കാര്യമാണ്. പ്രതിപക്ഷ ബഹുമാനം എണീറ്റെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. നമ്മൾ പലയിടത്തും അത് കണ്ടിട്ടുണ്ട്. നമ്മൾ വലിയ ആരാധ്യരായ അധ്യാപകർ എന്ന് പറയുന്ന പല ആളുകളും കോളേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ചീത്ത പറയാറുണ്ട്. എനിക്ക് ഓർമ്മയുള്ളൊരു സന്ദർഭം ഞാൻ കേട്ടിട്ടുള്ളത്,
ഒരു സാറ് വേറൊരു സാറിനെ വിളിക്കുകയാണ്, നീ പോടാ ഊള എന്ന് വിളിച്ചു. സാറ് തിരിച്ച് വേറൊരു ജീവിയെ പേര് പറഞ്ഞു. ഇദ്ദേഹം തിരിച്ചു പറഞ്ഞു, നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പം മറ്റേ ആള് തിരിച്ചു വിളിച്ചതുപോലുള്ളൊരു ചീത്ത ഞാൻ ലോകത്ത് കേട്ടില്ല. അദ്ദേഹം പറഞ്ഞത് നിന്റെ അച്ഛന്മാര് എന്നാണ് പറഞ്ഞത്. ഇത്രയും സുന്ദരവും എന്നാൽ സുദൃഢവുമായൊരു ചീത്ത വേറെ ഞാൻ കേട്ടില്ല. നിന്റെ അച്ഛന്മാര് എന്നാണ് വിളിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ കലാലയങ്ങളിൽ വിളിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും. പക്ഷേ രാമൻ കാണിച്ച പ്രതിപക്ഷ ബഹുമാനം എന്താണെന്നറിയാമോ? രാവണൻ മരിച്ചു കിടക്കുന്നു, വിഭീഷണന്റെ ബലിയിടാൻ പറയും. വിഭീഷണൻ പറയുന്നത് ഞാൻ ബലിയിടൂല എന്ന് പറയും. നാരായണ സ്വാമിയോട് എതിരിട്ട് മരിച്ച ആളാണ്, ഞാൻ ബലിയിടൂല. കാരണം ഞാൻ എൻ്റെ ഏകാന്തമായ നിമിഷങ്ങളിലൊക്കെ വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതകർ ഭൂതവൃദ്ഭാവോ ഭൂതാത്മ ഭൂതഭാവന ഭൂതാത്മ പരമാത്മാച മുക്താനാം പരമാങ്കരി അവ്യയപുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോ അക്ഷരേവച എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന നാരായണ സ്വാമി വിരാട് പുരുഷനെ എതിരിട്ട് മരിച്ചു കിടക്കുകയാണ്, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശ്രീരാമൻ പറയുന്നത് അങ്ങനല്ല, സ്വന്തം രാജ്യത്തിന് വേണ്ടി അവസാനത്തെ ശ്വാസം വരെ പോരാടി മരിച്ചൊരു ധീരനായ യോദ്ധാവാണ് ആ കിടക്കുന്നത്. അദ്ദേഹത്തിനെ മാനിക്കണം. ഇപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും കൂടെ യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാൻ പട്ടാളക്കാർ മരിച്ചാൽ അവരെടുക്കില്ല, ഒരു കാലുകൊണ്ട് കിണ്ടി ഇപ്പുറത്തിടും. ഇന്ത്യക്കാർ എന്ത് ചെയ്യും നിങ്ങൾക്കറിയാം, ഇന്ത്യൻ പതാക പുതച്ച് കൊണ്ടുവന്ന് സംസ്കരിക്കും. എഴുത്തച്ഛൻ ഏത് കൾച്ചറിലാണ് സ്പർശിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഏതേത് തുടർച്ചകളിലേക്കാണ് എഴുത്തച്ഛൻ സ്പർശിച്ചതെന്ന് ആലോചിച്ച് നോക്കണം. അത്തരത്തിൽ എന്താണ് സർവതല സ്പർശിയായ ഒരു ഗ്രന്ഥമായി രാമായണം മാറുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ സുമിത്രയുടെ ഒരു ഉപദേശമുണ്ട്, അതാണ് രാമായണത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയ ഭാഗം എന്നാണ് വരരുചിയോട് ചോദ്യം ചോദിച്ച ആ കുട്ടിക്ക് വരരുചി കൊടുത്ത മറുപടി അല്ലേ. വരരുചിയോട് ഒരിക്കലൊരു കുട്ടി ഒന്ന് ചോദ്യം ചോദിക്കുമല്ലോ, ആരാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്. അപ്പം നമ്മൾ സാധാരണ പ്രൊഫസർമാരൊക്കെ പറയും പോലെ കാലടച്ച് വെടിവെച്ചു പല പണ്ഡിതന്മാരും, അതിലെല്ലാം കൊള്ളാം എന്ന് പറഞ്ഞു, അതിലെല്ലാം കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കൊച്ചു പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ മറുപടി അല്ല കേൾക്കേണ്ടത്, എനിക്ക് വളരെ കൃത്യമായ വസ്തുനിഷ്ഠമായ മറുപടി കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വരിക വരരുചി പറഞ്ഞു. വരരുചിയുടെ പ്രത്യേകത അദ്ദേഹം ഇതാണ്, തത്വാഭിനിവേശിയാണ്. തത്വാഭിനിവേശി എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ സംസ്കാരത്തിൽ 3 തരത്തിലുള്ള ആസ്വാദകരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒന്ന് അരോചകി, ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങുമെന്ന്, ഓ യവനാ, യവൻ മറ്റേ അവിടെ ഉള്ള യവൻ എന്ന് പറഞ്ഞുകൂടെ, അരോചകി. പിന്നൊന്ന് സതൃണാഭ്യവഹാരി. സതൃണാഭ്യവഹാരി എന്ന് വെച്ചാൽ ഇലയപ്പം തിന്നാൻ കൊടുത്തു, അട കഴിച്ചു, ഇലയും തിന്നുകളയും, നല്ല ചീത്ത ഒരുമിച്ച് തിന്നുകളയും, ആണ് സതൃണാഭ്യവഹാരി. തൃണം കൂടി ആഹരിക്കും. വേറൊരു ഇനം ആളുകളുണ്ട് തത്വാഭിനിവേശി. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇതിൽ യുക്തിയുണ്ടോ, ഇത് ശരിയാണോ, ഇത് കൃത്യതയോടുകൂടിയാണോ പറയുന്നത് എന്നാലോചിച്ച് ഞാൻ എന്താ എവിടെയാ പറയേണ്ടതെന്ന് മനസ്സിലാക്കി സംസാരിക്കുന്ന അപൂർവം ആളുകളുണ്ട്. അവരെ തത്വാഭിനിവേശി എന്ന് പറയും. വരരുചി തത്വാഭിനിവേശിയായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് അതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോയി. ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ അതിലേക്ക് വിസ്താര ഭയത്താൽ അതിലേക്കൊന്നും പോകുന്നില്ല. അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇത് പറയുന്നു. ആ വരി നിങ്ങൾക്കറിയാം, രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യാം അടവിം വിധി ഗച്ഛതാത യഥാസുഖം എന്നാണ്. അതിനെ എഴുത്തച്ഛൻ തർജ്ജമ ചെയ്തിരിക്കുന്നത് രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദപൂർവ്വം ധരിച്ചുകൊണ്ടിടണം, എന്നെ ജനകാത്മജയെന്ന് ഉറച്ചുകൊൾ പിന്നെ അയോധ്യ എന്നോർത്തിൽ അടവിയെ എന്നാണ്. സത്യത്തിൽ ഒരു അമ്മയ്ക്ക് മകനോട് അല്പം പോലും അശ്ലീലം കലരാതെ ഇതിൽ പരം ഭംഗിയായി ഉപദേശിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഞാൻ അല്പം പോലും അശ്ലീലം കലരാതെ എന്ന വാക്ക് ഉപയോഗിച്ചത്? അത് സുമിത്രയ്ക്ക് അത് പറ്റൂ. അതുകൊണ്ടാണ് ശ്രീരാമൻ വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണമെന്ന് വിളിച്ചത്. അതുകൊണ്ടാണ്, നീ സുമിത്ര അമ്മയുടെ മകനാണ്, നീ ആ ക്വാളിറ്റി കാണിക്കണം എന്ന് വെച്ചാൽ ഇത് അതും ഉപനിഷത്തിലെ ദർശനത്തിലേക്ക് പോകേണ്ടി വരും. ഐതരേയത്തിലാണെന്ന് തോന്നുന്നു പറയുന്നത്, ഈ കുഞ്ഞിൻ്റെ സംസ്കാരം അമ്മയുടേതായിരിക്കും, സ്വഭാവം അച്ഛൻ്റേത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഇപ്പോഴും പറയും താനേ തന്ത ഗുണം തന്നെ എന്ന് പറയും. സ്വഭാവം എന്നർത്ഥത്തിലാണ്. അച്ഛന്മാര് തിരിച്ച് പെമ്മക്കളോട് പറയും വെള്ളം എടുത്തുകൊണ്ടിരാൻ പറഞ്ഞ് താമസിച്ചാൽ തള്ളേര അതേ സംസ്കാരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. അമ്മയുടെ സംസ്കാരം, കാരണം എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ സംസ്കാരം, നമ്മൾ കിടക്കുന്ന നാടിൻ്റെ സംസ്കാരമല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. എവിടെയാണോ
ഉറവിടം അതിൻ്റെ കൾച്ചർ കാണിക്കും, എന്താണോ കാരണം അതിൻ്റെ സ്വഭാവം കാണിക്കും. അത് ഞാൻ വിസ്തരിക്കുന്നില്ല, അതിന് യോഗവാസിഷ്ടത്തിലൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. അത്തരത്തിൽ സ്വഭാവവും സംസ്കാരവും പ്രധാനമാണ്. അങ്ങനെയാണ് ഈ രാമൻ നമ്മുടെ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഈശ്വരീയമായ എന്തിനേയും ഒരേപോലെ കാണാനും തിരിച്ചറിയാനുമുള്ള സംസ്കാരം സമാർജിച്ചത്. അത് അച്ഛൻ്റെന്നും അമ്മയുടേന്നും ഒക്കെ കിട്ടിയതാണ്. ഈ നമ്മുടെ സീതയെക്കുറിച്ച് പറയും, അതേപോലെ ഒരു കാര്യം പറയും. ശ്രീരാമൻ 1.5 മണിക്കൂർ പ്രസംഗിക്കുകയാണ് സീതയോട്, നീ കാട്ടിൽ വരണ്ട. എന്താ കാര്യം? കാട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, നീ വരണ്ട. ഘോരമൃഗ വ്യാഘ്ര സൂകര സൈരിഭ വ്യാള ഭല്ലൂകങ്ങളുണ്ട്, ഒറ്റ തേറ്റയുള്ള പന്നിയുണ്ട്, പിന്നെ അതിൻ്റെ വലിയ കാട്ടുപോത്തുണ്ട്, ഭീകരമായി ആക്രമിക്കുന്ന രാക്ഷസന്മാരുണ്ട്, ആമിഷഭോജികളായുള്ള രാക്ഷസൻ, ഇറച്ചി കുതിയന്മാരായ രാക്ഷസന്മാരുണ്ട്, ഇവരെല്ലാം വന്ന് തിന്നുകളയെന്ന് പറയുന്നുണ്ട്. അവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന ആ രംഗത്തെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കും സുമിത്ര പറഞ്ഞത്. രാമൻ സീതയോട് പറയുന്നതിനേക്കാൾ ഒരുപടി മുകളിലാണ് സുമിത്രയുടെ ഉപദേശം. സുമിത്ര പറയുന്നുണ്ട്, നീ കാട്ടിലേക്ക് പോകുന്നു, നിന്റെ കൂടെ ഊർമിള ഇല്ല, നിന്റെ കൂടെ ഊർമിള വരുന്നില്ല. ശ്രീരാമനും സീതയും ഒരുമിച്ചാണ് കാട്ടിൽ പോകുന്നത്. പർണശാല കെട്ടി അവരതിനകത്തും നീ പുറത്തുമാണ്. അവർ വിവാഹിതരായിട്ട് അധികകാലം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നീ പർണശാലയുടെ ഉള്ളിൽ നിന്ന് ചിരിയും പൊട്ടിച്ചിരിയും തമാശകളും ഒക്കെ കേട്ടെന്നിരിക്കും. നീ പലതും കാടാണ്, നീ പലതും കണ്ടെന്നുമിരിക്കും. പക്ഷേ അപ്പോൾ ശാരദാകാശത്തിലെ നിലാവ് നിന്റെ സിരകളെ വല്ലാതെ ചൂടുപിടിപ്പിക്കുമ്പോൾ, നീ നിന്റെ ഊർമിളയെക്കുറിച്ചോർത്തുള്ള സ്മൃതിയാൽ വല്ലാതെ നിന്റെ ശരീരവും മനസ്സും തപിച്ച് പൊള്ളി നീ പർണശാലയുടെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറാൻ പോകുമ്പോ ആലോചിച്ചോണം, അകത്ത് കിടക്കുന്ന ശ്രീരാമനും സീതയും അല്ല, നിന്റെ അച്ഛനും ഞാനുമാണെന്ന്. അതാണ് അതിന്റെ ധ്വനി, അതാണ് അതിന്റെ ധ്വനി. ഏത് കാലം വരെയും നിൽക്കാവുന്ന, ഏത് കാലദേശങ്ങളെയും താണ്ടി പറക്കാവുന്ന 4 വരിയാണത്. നീ ആലോചിച്ച് നോക്കണം, അതിനകത്ത് കിടന്നുറങ്ങുന്നത് നിന്റെ അച്ഛനും ഞാനുമാണ്. നീ ആദരവോടുകൂടി മാറി നിൽക്കണം. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ച് അന്തികയെ രക്ഷിച്ചു നിന്നു എന്നല്ലേ നമ്മൾ രാമായണത്തിൽ കേട്ടിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തരത്തിൽ ഒരു പുസ്തകം കൊണ്ട്, ഒരു കൃതി കൊണ്ട് ഏതേതൊക്കെ തരത്തിൽ, ഏതേതൊക്കെ രീതിയിൽ ഒരു സംസ്കാരത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നാട്ടുരാജാക്കന്മാരുടെ അടിയും പ്രശ്നവും കലഹവും ഒരു കുടുംബത്തിൽ തന്നെ സ്വരൂപില്ലായ്മയും ഒക്കെ നിലനിന്നിരുന്ന കാലത്താണ് എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൽ ഈ കൃതി അവതരിപ്പിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഓരോ തരത്തിലുള്ള ഈ സ്തുതികൾ കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്തുതി കേൾക്കുന്നയാളിനും വായിക്കുന്നയാളിനും അനുഭവിക്കുന്നയാളിനും മുക്തി കിട്ടും, മുക്തി കിട്ടും, മുക്തി കിട്ടും എന്ന് പറയാൻ കാരണം ഇങ്ങനെയാണെങ്കിലേ ആളുകൾ വായിക്കൂ എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെയാണെങ്കിലേ ആളുകൾ വായിക്കൂ എന്നുള്ളത്. എനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണല്ലോ നമ്മൾ പലതും ചെയ്യുന്നത്. പ്രയോജനം ഇച്ഛിക്കാതെ മന്ദോപി പ്രവർത്തതാണ്. മന്ദന്മാർ പോലും ഒന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള പ്രയോജനം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ പുത്രാർത്ഥി ജപിച്ചിടിൽ നല്ലൊരു പുത്രൻ ഉണ്ടാവും, അർത്ഥാർത്ഥി ലഭിച്ചിടിൽ അർത്ഥവും ഉണ്ടായി വരും എന്നൊക്കെ പറയാൻ കാരണം ഇത് ജപിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കാനാണ്. ഒരു കവിത കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ സാർത്ഥകമാക്കാനും വിമലീകരിക്കാനും കഴിയും എന്ന് എഴുത്തച്ഛൻ പഠിപ്പിച്ചത് അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെയാണ്. മഹാഭാരതത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മഹാഭാരതം സാധാരണ ഇപ്പോൾ വടക്കൻ കേരളത്തിലെ ചില വീടുകൾ വായിക്കും എന്നുള്ളതല്ലാതെ നിത്യേന വായിക്കുന്ന വീടുകൾ നമുക്ക് അറിഞ്ഞുകൂടാ. മഹാഭാരതം വായിക്കുന്നതിനെ കുറിച്ചൊരു രസകരമായ ഒരു റെഫറൻസ് ജി ശങ്കരക്കുറുപ്പ് ചന്ദനക്കെട്ടിൽ എന്ന് പറയുന്ന കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു അമ്മാവൻ കൊച്ചും മരുമോനോട് മഹാഭാരതം വായിച്ചു കൊടുക്കുക. മരുമോനൊരു സംശയം, കബന്ധം എന്താണ് എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അമ്മാവൻ എന്താ ഈ കബന്ധം എന്ന് ചോദിക്കുമ്പോൾ വീട്ടുവേലക്കാരനോട് ഒരു വാളം കൊണ്ട് വരാൻ പറയും. അവൻ്റെ കഴുത്തിനെ വെട്ടും, അവൻ്റെ തല തെറിച്ചു പോവും, അവൻ കിടന്ന് പിടയ്ക്കും.
കണ്ടില്ലേ, ഇതാണ് കബന്ധം. ഇതാണ് കബന്ധം. പ്രാക്ടിക്കലാണ് അപ്പോഴേ ക്ലാസ്. എന്നിട്ട് ജി ശങ്കരവർമ്മ പറയും, നെല്ലും പണവും കുമിഞ്ഞവർക്ക് കൊല്ലും കൊലയും കുലാധികാരം. ഇത്തരത്തിൽ ഇതിനു മുമ്പ്, എത്രയോ കാലം മുമ്പ്, യുദ്ധങ്ങൾ എങ്ങനെയാണ് ഒരു ജീവിതത്തെ ഇല്ലാതാക്കുന്നത്. തങ്ങളുടെ ഭർത്താക്കന്മാർ മരിച്ചു പോകുന്ന സന്ദർഭത്തിൽ വാനര സ്ത്രീകൾ പറയുന്നുണ്ട്, രാക്ഷസ സ്ത്രീകൾ പറയുന്നുണ്ട്, ഈ രാവണൻ ഉണ്ടല്ലോ, അവൻ ഏതോ ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ട് ഭ്രമിച്ച് അവളെ പിടിച്ചോണ്ട് വന്ന് അവളെ ഭർത്താവ് അടിക്കുന്ന അടിയാണ് നമ്മുടെ ഭർത്താക്കന്മാരെ. അവരൊക്കെ വല്ല കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. രാജാവായ മര്യാദയ്ക്കിരിക്കണം. കണ്ട കുടുംബത്തിൽ നിന്ന് ആരെയെങ്കിലും അടിച്ചോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവച്ച് നമുക്ക് കിടക്കപ്പുറത്തില്ല. നമ്മുടെ ഭർത്താക്കന്മാർ വീട്ടിലില്ല, പലരും മരിച്ചുപോയി, നമ്മുടെ മക്കൾ പലരും മരിച്ചുപോയി, ഇയാൾക്ക് വല്ലയിടത്തും പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നൊരു രംഗമുണ്ട്. എന്ന് വെച്ചാൽ രാജാവ് നല്ലതല്ലെങ്കിൽ ജനത തിരിച്ചു പറഞ്ഞു തുടങ്ങും. ദശരഥൻ ശ്രീരാമനെ രാജാവാക്കാൻ തീരുമാനിക്കുന്നത് സത്യം പറഞ്ഞ വോട്ടെടുപ്പിലൂടെയാണ്. വോട്ടെടുപ്പിലൂടെയാ. എങ്ങനെ? സാധാരണ ജനങ്ങളും സാമന്തന്മാരും എല്ലാവരും ശ്രീരാമനെ പ്രശംസിക്കുന്നത് എപ്പോഴും. അതുകൊണ്ട് എനിക്കിനി വാനപ്രസ്ഥത്തിന് കാലമായി എന്ന് തോന്നുന്നു, അവനെ രാജാവാക്കണം എന്ന് ആലോചിക്കുന്നത് എല്ലാ ആളുകളും ശ്രീരാമനെ കുറിച്ച് പോഴ്ത്തി പറഞ്ഞു. ശ്രീരാമൻ കാട്ടിലോട്ട് പോകാൻ പോയപ്പോൾ രണ്ടുപേരെ സംസാരിക്കുന്ന ഒരു രംഗം രാമായണത്തിലുണ്ട്. ചോദിക്കുന്നുണ്ട്, മക്കളെ സ്നേഹിക്കുന്ന അച്ഛന്മാരിൽ ഒന്നാമനായിരുന്നു ദശരഥൻ ഇന്നലെ വരെ, ഇന്ന് അദ്ദേഹത്തിന് എന്താ പറ്റിയതെന്ന് ഒരുത്തൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ മറ്റവൻ പറഞ്ഞു, അത് അങ്ങേര് കാരണം അല്ലടാ, അത് ആ കൈകേയി എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ടല്ലോ, അവരാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത്. അവര് പറഞ്ഞു അവരെ മോനെ രാജാവ്, ഭരതനെ രാജാവാക്കണം, ശ്രീരാമനെ കാട്ടിവിടണമെന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പോഴാണ് കൂടെയുള്ള ഒരാൾ പറയുന്നത്, കേട്ടോണ്ടെന്ന മറ്റൊരുത്തൻ പറയുന്നത്, അങ്ങനെയല്ല, ശ്രീരാമൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഞങ്ങൾക്ക് അയോധ്യ, അതുകൊണ്ട് നമുക്കും കൂടെ പോകാം, നമുക്കും കൂടെ അദ്ദേഹത്തിന്റെ കൂടെ കാട്ടിപ്പോവാം. ശ്രീരാമൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് നമുക്ക് അയോധ്യ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുനിയുന്നുണ്ട്. അപ്പോഴാണ് കാട്ടിൽ പോയിട്ട് ഒരു സ്ഥലത്തെത്തുമ്പോൾ ശ്രീരാമൻ സുമന്ത്രനെ വിളിച്ചു പറയും, സൂര്യൻ ഉദിച്ചാൽ അയക്കയുമില്ലിവർ. സൂര്യൻ ഉദിച്ചാൽ ഇവരെന്നെ അയക്കില്ല. ചില സാറന്മാര് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ രാവിലെ 7:30 മണിക്ക് റിലീവ് ചെയ്യും. എന്നെ പോലെ ഞാൻ കോതമംഗലത്ത് നിന്ന് രാവിലെ 7:30 മണിക്ക് റിലീവ് ചെയ്ത് പരുമല ജോലിക്ക് വന്ന ആളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ സൂര്യൻ ഉദിച്ചാൽ അയക്കുകയുമില്ല. അവർ പിള്ളേർ കയറി ഇടയ്ക്ക് വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അവസാനം ദേവസ്വം ബോർഡ് ഓർഡർ തിരുത്തി അടിക്കേണ്ടി വരും. രാവിലെ 5:30 മണിക്ക് പോവുകയാണ് ഇവർ ഉദിക്കുന്നതിന് മുമ്പേ. 3 മണി 3:30 4 മണിയാകുമ്പോൾ പോവുക. ഇവർ ഉണർന്നു നോക്കുമ്പോഴേക്കും രാമൻ ഇല്ല. രാമൻ നദി കടന്ന് പോയി കഴിഞ്ഞു. ജനതയ്ക്കുള്ള വിശ്വാസം ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ ബലമാണ്. സത്യത്തിൽ വോട്ടെടുപ്പിലൂടെയാണ് രാമൻ വന്നതെന്ന് ഞാൻ പറയും. എല്ലാ ജനങ്ങളും രാമൻ മതി രാമൻ മതി എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഭരതൻ അത് അറിയാവുന്നതുകൊണ്ട് ഭരതൻ തിരിച്ചു വിളിക്കാൻ പോയത്. എന്നെയും രാജ്യത്തെയും രാമന് സമർപ്പിക്കാതെ അച്ഛൻ എന്താ പോയത് എന്ന് ചോദിക്കുന്ന ഒരു രംഗവും കൂടി രാമായണത്തിലുണ്ട്. ഇത്തരത്തിൽ ജനാധിപത്യ ബോധത്തെ അഡ്രസ് ചെയ്ത ഏതാണ്ട് ആദ്യത്തെ കൃതികളിൽ ഒന്നാണ് രാമായണം. അതുകൊണ്ടാണ് അലക്കുകാരൻ, സമൂഹത്തിന്റെ വിഴുപ്പലക്കുന്ന അലക്കുകാരൻ പറയുന്നത് കേട്ടിട്ടാണോ ചേട്ടൻ ചേച്ചിയെ ഉപേക്ഷിക്കാൻ പോകുന്നത് എന്ന്. ചേച്ചി എന്നായിരിക്കില്ല, ജ്യേഷ്ഠത്തി എന്നായിരിക്കും പറയുക. ചേച്ചി ചൈനക്കാരൻ കൊണ്ടുവന്ന വാക്കാണ്. അതുകൊണ്ടാണ് ചേച്ചി എന്ന വാക്കിന് പുല്ലിംഗം ഇല്ലാത്തത്. ചേച്ചി എന്ന വാക്കിന് പുല്ലിംഗം ഉണ്ടോ? ഇല്ല. ചേട്ടൻ എന്ന് നിങ്ങൾ പറയരുത്, ചേട്ടത്തിയാണ് ചേട്ടന്റെ സ്ത്രീലിംഗം. ചേച്ചി 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 എന്ന് നമ്മൾ ഹലോ എന്ന് വിളിക്കുന്നതിന് പകരം ചൈനക്കാരൻ പറഞ്ഞൊരു വാക്കാണ് ചേച്ചി. നമുക്കിപ്പോൾ ഈ സ്ത്രീലിംഗം പോലെ കേട്ടാൽ തോന്നണമല്ല നമ്മളെ പെണ്ണാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ടീച്ചർ എന്ന് കേട്ടാൽ നമ്മളെ പെണ്ണെന്ന് വിചാരിക്കും. ടീച്ചർ എന്ന് വെച്ചാൽ പെണ്ണും ആണും അല്ല. മെയിൽ ടീച്ചർ ആൻസാറും പെൺ ടീച്ചറിന്റെ ഫീമെയിൽ ടീച്ചർ എന്നാണ് പറയുന്നത്. മലയാളിക്ക് ഇങ്ങനെ കുഴപ്പം കൂടെ ഉണ്ട്. അപ്പോൾ ചേട്ടത്തിയെ ഉപേക്ഷിക്കുന്നത് ഇതിനല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ശ്രീരാമൻ കൊടുക്കുന്ന മറുപടിയിലാണ് ഈ ജനാധിപത്യം എന്ന വാക്ക് ആദ്യം വരുന്നത്. ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു പ്രജ ഒരു രാജ്യമാണ് എന്ന് തിരിച്ചു പറയും രാമൻ. ജനാധിപത്യ രാജ്യത്തിൽ ഒരു പ്രജ ഒരു രാജ്യമാണെന്ന് തിരിച്ചു പറയുന്നിടത്താണ് ലക്ഷ്മണന്റെ നാവ് അടങ്ങിപ്പോകുന്നത്. ഇതുപോലെ ഒരിക്കൽ കൂടി ലക്ഷ്മണന്റെ നാക്ക് അടക്കിയിട്ടുണ്ട്. ലങ്കയിൽ പോയി അവിടെയൊക്കെ പരാജയപ്പെടുത്തി വിഭീഷണൻ പറഞ്ഞു, ആ കൊട്ടാരം അങ്ങേക്കാണ്, അങ്ങ് ഇഷ്ടം പോലെ താമസിച്ചുള്ളത് പറഞ്ഞു. ലക്ഷ്മണൻ നോക്കിയപ്പോൾ മതിൽ പോലും സ്വർണം കൊണ്ടാണ്. ലക്ഷ്മണൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരു 10 ദിവസം നിൽക്കാമോ എന്ന് ചോദിച്ചു.
അപ്പൊ ശ്രീരാമൻ പറഞ്ഞില്ല, ഒരുത്ത അവിടെ ചെതയും കൂട്ടി ഞാൻ വരുന്ന തിഥി നോക്കിയിരിക്കുകയാണ് ഭരതൻ. ഞാൻ ഇന്ന ദിവസം വരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കണ്ടില്ലെങ്കിൽ പിറ്റേ ദിവസം സൂര്യ ഉദയം കാണൂല്ല എന്ന് പറഞ്ഞവൻ തീ ചാടി ചാവാൻ നിൽക്കുക. അപ്പോൾ നിനക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണമല്ലേ? എന്നിട്ട് പറയുന്നുണ്ട്, ജനനി ജന്മഭൂമിച്ച സ്വർഗാതപീകരിയസി, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്, പുഷ്പവിമാനം റെഡിയാണ്, വണ്ടി കയറ് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഇത് കൊണ്ടുവരിക തിരിച്ച്. അത്തരത്തിലുള്ള നിരവധി 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 ജൈവിക ദർശന സന്ദർഭങ്ങൾ, ആത്മീയ ദർശന സന്ദർഭങ്ങൾ ഒരുപാട് രാമായണത്തിൽ. ഇത് രണ്ടും ഒരുപോലെയുണ്ട്. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും മറുപതി പ്രജ്ഞയിൽ കരിപൂശിയാവുമെന്ന് ചങ്ങമ്പുഴ എഴുതിയതുപോലെ ഇത് രണ്ടും ഒരേപോലെ സംയോജിപ്പിച്ചിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് പൂന്താനത്തെ നമ്മളെപ്പോഴും ബഹുമാനിക്കുന്നത്. പൂന്താനം ഒരു കയ്യിൽ കുടുംബവും മറു കയ്യിൽ മുഖ്യമായ പുസ്തകവും വച്ചിരുന്ന ആളാണ്. ഒരു കയ്യിൽ കുടുംബം, വേറൊരു കയ്യിൽ ശ്രീകൃഷ്ണൻ. എന്നിട്ടും അദ്ദേഹത്തിന് മുക്തി കിട്ടി എന്നുള്ളതാണ്. രാമായണത്തിൽ ഇത് രണ്ടും അവതരിപ്പിക്കുന്നുണ്ട്. എന്ത് കണ്ടാലും അതെന്റെ രാജ്യത്ത് വേണം എന്ന് വിചാരിക്കുന്ന രാവണനെയും എന്ത് കിട്ടിയാലും അത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഇപ്പുറത്തെ രാമനെയും അവതരിപ്പിക്കുന്നുണ്ട്. രാവണൻ പല ഗുണങ്ങളുള്ള ആളാണ്, നിങ്ങൾക്കറിയാം. രാവണൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രവം, ശബ്ദത്തിന്റെ, കേൾവിയുടെ, നാദത്തിന്റെ ഈശ്വരനാണ്. നാദത്തിന്റെ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് രാവണൻ. വീണ വായിക്കുന്ന ആളാണ് രാവണൻ. പണ്ടോതിരിക്കും ഒരു മാനസിക വിഷമം ഉണ്ടാകുമ്പോൾ അടുത്തിരുത്തി വീണ വായിച്ച് കേൾപ്പിച്ച് സുഖപ്പെടുത്തുന്ന ആളാണ് രാവണൻ. ആ രാവണൻ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു ജീവിതത്തിന്റെ സംഗീതത്തിലുള്ള ഒരു അപശ്രുതി കൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങിയത് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഫോൺ കോളിൽ ട്രാപ്പിലായി പോയ എത്ര ആളുകളാണ് നമുക്കറിയാവുന്നത്. രവം കൊണ്ട്, ശബ്ദം കൊണ്ട് ട്രാപ്പിലായി പോയ എത്ര പേരെ നമുക്കറിയാം. രാമായണം കാലദേശം താണ്ടി നിൽക്കുക. നമുക്കറിയാം, പ്രധാനപ്പെട്ട ചില അധികാരങ്ങളിൽ ഇരിക്കുന്നവർ പോലും തറയി വീണ കഥ നമുക്കറിയാം. ശബ്ദത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. ഇതമന്തം തമസ്കൃഷ്ണം ജായതേ ഭുവനത്രയം ഇത് ശബ്ദാഹ്വയം ജ്യോതി സംസാരം ന ദീപ്യത എന്നാണ് കാവ്യാദർശം എന്ന പുസ്തകത്തിൽ ദണ്ഡി എഴുതിയിട്ടുള്ളത്. ശബ്ദം എന്ന ഒരു ജ്യോതിസ് ഈ ലോകത്തിനെ പ്രദീപ്തമാനമാക്കാതിരുന്നുവെങ്കിൽ ഈ ലോകം നിതാന്തമായ അന്ധകാരത്തിൽ ആണ്ടുപോയേനെ എന്ന് പറയുന്നിടത്താണ് എഴുത്തച്ഛൻ രാമായണം ഈ സ്തുതി കേൾക്കതാൻ മുക്തി സിദ്ധിക്കൂ എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പറഞ്ഞു, ഇത് വായിക്കുവിൻ. ഇത് എഴുതപ്പെട്ടതിന് ശേഷം വർഷങ്ങൾ എടുത്തല്ലോ പുസ്തകമാകാൻ. അതിനും മുമ്പ് ആളുകൾക്ക് ഇത് അറിയാമായിരുന്നു. അക്ഷരാഭ്യാസം ഇല്ലാത്ത എത്ര പേർക്കാണ് രാമായണം പൂർണ്ണമായി അറിയാവുന്നത്? എൻ്റെ നാട്ടിൽ മരിച്ചുപോയ അമ്മച്ചിയുണ്ട്, ശ്യാമള അമ്മച്ചി. ഞാൻ ഈ 10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ രാമായണം വായിക്കാൻ ചെന്നിരിക്കുമ്പോൾ ഈ അമ്മച്ചി ഉണ്ടെങ്കിൽ പേടിയാണ്. കാരണം ഇവർക്ക് രാമായണം നോക്കാനൊന്നും വേണ്ട, 2 കൈയും പുറകെ കൂത്തി ഇങ്ങനെ മലർന്നിരിക്കും. അവിടെ എന്തെങ്കിലും തെറ്റും പറയും, അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് എടുത്ത് വായിച്ചു തരും. അപ്പൊ ഞാൻ വിചാരിച്ച കൊച്ചായോണ്ട് തിരുത്തുന്നതാണെന്ന്. കുറെ കാലം കഴിഞ്ഞ് ഈ മാർവാനിയസ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറർ ആയിരുന്ന കാലത്ത് ഒരുമിച്ച് വായിക്കാൻ പോയപ്പോഴും ഈ അമ്മച്ചിയുണ്ട്. ചിലപ്പോൾ ഈ വായിക്കുമ്പോൾ തെറ്റ് വരും, പറയും സാറേ നോക്കി വായിക്കണം സാറേ എന്ന് പറയും. അപ്പൊ അങ്ങനെയല്ല എന്ന് പറയില്ല, നോക്കി വായിക്കണം സാറേ എന്ന് പറയും. എനിക്കിപ്പോഴും അത്ഭുതത്തോട് ഞാൻ ഓർക്കുന്നൊരു കാര്യം, വളരെ നമ്മുടെ നാട്ടിലല്ല കുറെ അപ്പുറത്തുള്ളൊരു വളരെ പണ്ഡിതയായൊരു സ്ത്രീ വായിച്ചതാണ്. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷി വിമോഹനമായി 2 ശാലയും വായിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു, അതെങ്ങനെ ശരിയാവും? ഒന്നുകിൽ എഴുത്തച്ഛന് കണക്കറിഞ്ഞൂടാ, അല്ലെങ്കിൽ ലക്ഷ്മണന് കണക്കറിഞ്ഞൂടാ. ലക്ഷ്മണനും പർണശാല കിട്ടിയതാണ്. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷി വിമോഹനമായി 2 ശാല വരില്ല, 4 ശാല വരണം. പിന്നെ ഞാൻ ഒന്നുകൂടെ എടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് അക്ഷി വിമോഹനമായി 2 ശാലയും. കാരണം തെക്ക് വടക്ക് ഒരു ശാല, കിഴക്ക് പടിഞ്ഞാറ് വേറൊരു ശാല. തെക്ക് വടക്ക് ഉള്ള ശാലയിൽ പൂജ മറ്റു കാര്യങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടാണ്, വാസ്തുവിദ്യ അനുസരിച്ച്. കിഴക്ക് പടിഞ്ഞാറ് താമസിക്കാൻ, കാരണം തെക്ക് വടക്കാറ്റ് കിടന്നുറങ്ങൂലല്ലോ. ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ കാര്യങ്ങളിൽ പോലും എഴുത്തച്ഛൻ ഭയങ്കരമായി ശ്രദ്ധിച്ചത്, ഈ കഴിക്കുന്ന ആഹാരത്തിൽ ശ്രദ്ധിക്കുന്നത്. ഈ പഞ്ചകോശ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ? ഈ അന്നമയ കോശം, പ്രാണമയ കോശം, ആനന്ദമയ കോശം അറിയാമല്ലോ, വിജ്ഞാനമയ കോശമൊക്കെ അറിയാം. ഈ പഞ്ചകോശ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രധാനപ്പെട്ട കൃതിയും കൂടിയാണ് രാമായണം. കാരണം നമ്മൾ ഈ ന്യൂട്രീഷൻ തിയറിയൊക്കെ ഇപ്പോഴാണല്ലോ വന്നത്. ഇപ്പോഴത്തെ ന്യൂട്രീഷൻ തിയറിയുടെയൊക്കെ ആദ്യത്തെ ഒരു രൂപം നമുക്ക് ഈ രാമായണത്തിൽ, അധ്യാത്മ രാമായണം കിളിപ്പാട്ടി കാണാൻ പറ്റും. എങ്ങനെയെന്നറിയാമോ? പോകാൻ ഇറങ്ങി നിൽക്കുന്നു,
വിശ്വാമിത്രൻ വന്ന് കൊണ്ടുപോകാൻ പോവുകയാണ്. ബലയും പുനരതിബലയും ഉപദേശിക്കുന്നു. അത് മന്ത്രങ്ങളായിരിക്കാം, ശരി പോട്ടെ. കാട്ടിൽ പോകാൻ ഇറങ്ങി നിൽക്കുന്ന രാമനോട് അമ്മ പറയാണ് ഉണ്ടിട്ട് പോവാന്ന്. കാട്ടിൽ പോകാൻ നിൽക്കുക, തിരിച്ചു വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നത് കൊണ്ട് ഞാൻ എന്നൊക്കെ അദ്ദേഹം പറയുന്നെങ്കിലും അമ്മ പറയാണ്, എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ, വന്നിരുന്നിട് ഭുജിപ്പതിനാശു നീ എന്ന് മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോട് ചൊല്ലിയിടിനാൾ, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ല അമ്മേ, ക്ഷിപ്രമാരണ്യവാസത്തിന് പോകണം. കാട്ടിപ്പോൻ ഇറങ്ങിയിരിക്കുമ്പോൾ ഉണ്ടോണ്ട് പോവാന്ന് പറയും. പ്രാണനെ ബലപ്പെടുത്താൻ അന്നമയ കോശം പ്രഥമമാണ്, അടിസ്ഥാനമാണ് എന്ന ബോധം. അന്നം കൊണ്ട് ശരീരത്തെ ബലപ്പെട്ടു. എഴുത്തച്ഛൻ നല്ല കായിക അഭ്യാസിയായിരുന്നു കേട്ടോ. എഴുത്തച്ഛനെ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാൻ ബ്രാഹ്മണരുടെ ഉത്തരവുണ്ടായിരുന്നു. ആ സമയത്താണ് എഴുത്തച്ഛൻ ഈ കായികാഭ്യാസം നടത്തിയിരുന്നത്. അത് തിരൂര് തുഞ്ചമ്പറമ്പിൽ വലിയ തടി കൊണ്ടുണ്ടാക്കിയ 2 ഡംബൽസ് ഉണ്ടായിരുന്നു അത്രേ. ഇതെന്താണെന്ന് തിരുവനന്തപുരത്ത് പോയി 1-2 കവികൾ ചോദിച്ചപ്പോൾ അവർക്ക് സി രാധാകൃഷ്ണൻ എന്ന നോവലിസ്റ്റ്, എഴുത്തച്ഛൻ്റെ ഇങ്ങേ തലമുറയിലുള്ള സി രാധാകൃഷ്ണൻ സാറ് പറഞ്ഞു കൊടുത്ത മറുപടിയാണ് ഇത്. എഴുത്തച്ഛൻ കായിക അഭ്യാസത്തിന് ഉപയോഗിച്ചിരുന്നതാണ് എന്നുള്ള രീതി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് പറയുമ്പോഴും അദ്ദേഹം ഈ ബാലി സുഗ്രീവന്മാർ തമ്മിലുള്ള യുദ്ധം പറയുന്ന സന്ദർഭത്തിലൊക്കെ ഈ അടിതടകളൊക്കെ പറയുന്ന നോക്കണം. കറക്റ്റാണ്. എൻ്റെ നാട്ടിൽ കാഞ്ഞിരംകുളം എന്ന സ്ഥലമുണ്ട്. അവിടെ ചില കളരി ആശാന്മാരുണ്ടായിരുന്നു. പടുമർമ്മം 12 തൊടുമർമ്മം 96 അറിയാം. പക്ഷേ ഈ പടുമർമ്മം 12 11 ആശാൻ പറഞ്ഞു കൊടുക്കും ശിഷ്യന്. കാരണം മറ്റേ സംഭവം ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ കൊല്ലാതിരിക്കാൻ വേണ്ടി. ഇനി അടുത്ത് പോണവൻ 10 പറഞ്ഞു കൊടുക്കും, 9 ഇയാളെ ഇരിക്കും. അടുത്ത് പോണവൻ ഇപ്പോൾ ഉള്ള ആളിന് 2 എന്താ അറിയാമെന്നാണ് തോന്നുന്നത്. ഇനി അടുത്ത് പോകുമ്പോൾ ഇത് 1.5 ആയിരിക്കും. ഇതെല്ലാം എഴുത്തച്ഛന് ഈ കളരിയിലെ സർവ്വകാര്യങ്ങളും അറിയാം. ദേശങ്ങൾ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ വരെ വന്നിട്ടുള്ളൂവെങ്കിലും നോർത്ത് ഇന്ത്യ മുഴുവൻ ഓടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ പല 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 സന്ദർഭങ്ങൾ അവതരിപ്പിക്കുന്നിടത്തൊക്കെ ഇതുണ്ട്. കാലദേശങ്ങളെ സഞ്ചരിച്ച അനുഭവമുള്ള ആളിനെ അങ്ങനെ ഒരു കാവ്യം എഴുതാൻ പറ്റും. അത് എനിക്ക് രാമായണവും എഴുത്തച്ഛനുമായിട്ട് തോന്നുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 6-ാം തമ്പുരാൻ എന്ന സിനിമയാണ്. എഴുത്തച്ഛൻ അതുപോലൊരു കർമ്മമാണ് മുമ്പ് ചെയ്തത്. എഴുത്ത് നിഷേധിച്ച സമൂഹത്തിൽ ജനിച്ച ആളാണ്. എഴുത്ത് നിഷേധിച്ച സമൂഹത്തിൽ ഒരുത്തൻ ജനിക്കുകയും അയാൾ സ്വന്തം പ്രയത്നം കൊണ്ടും സ്വക്ഷേത്ര ബലം കൊണ്ടും സ്വപ്രത്യയ സ്ഥൈര്യം കൊണ്ടും എഴുത്തച്ഛനായി മാറുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കർമ്മബലമല്ല അവിടെ ഉള്ളത്, അല്ലേ? 6-ാം തമ്പുരാന്റെ രംഗം നിങ്ങൾക്കറിയാം. പൊളിക്കാനാണെന്ന് പറഞ്ഞാണ് കോവിലകം വാങ്ങിക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ പിന്നെ താൻ എന്തിനാ സ്ഥലം വാങ്ങിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയും, സ്ഥലം നമ്മുടെ പിന്നെ നമുക്ക് വർക്ക് ചെയ്യാമല്ലോ, പിന്നെ ചില ബോണസൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് എന്ന് പറയും. താനത് പൊളിക്കാൻ തന്നെയാണല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പ്രസാദ് സാറ്. അവസാനം പൊളിക്കാനെന്ന് പറഞ്ഞ് വാങ്ങുകയും പൊളിക്കാതെ അവിടെ കസേര എടുത്തിട്ടിരിക്കുകയും ആ നാട്ടിൻ്റെ മുഴുവൻ നാഥനായി നാട്ടുകാരാൽ തന്നെ അവരോധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട്. അതുപോലെയാണ് എഴുത്തച്ഛൻ. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീന പാംസു സഞ്ചയം മമ ചേതോ ദർപ്പണത്തിന്റെ മാലിന്യം എല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നു ഞാൻ. ഇതിനകത്തുനിന്ന് കയറിക്കോട്ടോ. ഡോക്ടർ TS ശ്യാംകുമാർ ഒരു പ്രഭാഷണത്തിൽ ഈ വരിയെ ഉദ്ധരിച്ചു പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനൊരു മറുപടി കൊടുത്തോട്ടെ. ബഹുമാനപ്പെട്ട സാർ വിചാരിക്കേണ്ടത് ഇത് ആദരിച്ച് പറയുന്നതല്ല, കളിയാക്കിയതാണ്. എഴുത്തച്ഛൻ കളിയാക്കിയതാ മധുരമായ ഭാഷയിൽ. നന്നായിരിക്കുന്നു നമ്മൾ പറയില്ലേ, അത് നന്നായിരിക്കുന്നതുകൊണ്ടല്ല, മോശമായതുകൊണ്ടാണ്. എഴുത്തച്ഛൻ കളിയാക്കുന്നതാണ്. എന്നിട്ടോ ബ്രഹ്മശങ്കര വിഷ്ണു തദ്വര ശാപാദികൾ, ഭൂദേവ പ്രവരന്മാർ തദ്വര ശാപാദികൾ, അവരുടെ വരവും ശാപവും ബ്രഹ്മശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. ദേവേശോത്തമന്മാർ എന്നാണ്, ഭൂദേശോത്തമന്മാർ തൻ മഹാത്മ്യമാർത്ത് ചൊല്ലാം എന്നാണ്. ശിവനും മഹാവിഷ്ണുവും ബ്രഹ്മാവും ഇവരെ കണ്ടാൽ പേടിച്ചു പോകും. ഇവർ ഭയങ്കര പുള്ളികളാണ്. എന്നോട് നെയ്യാറ്റിങ്കരയിൽ ഒരുത്തം വന്ന് പറയുകയാണ്, അമരവളയിൽ ഒരുത്തം വന്ന്, അണ്ണാ നെയ്യാറ്റിങ്കര DYSPക്ക് നിങ്ങളെ ഭയങ്കര പേടിയാണ് കേട്ടോ അണ്ണാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് വിചാരിക്കണം? ഇവ എന്നെ കിളത്തിയതാണെന്നല്ലേ വിചാരിക്കേണ്ടു? കളിയാക്കിയതാണ്.
ഭക്തിയോടുകൂടിയാണ് എഴുത്തച്ഛൻ പറഞ്ഞിരുന്നതെങ്കിൽ ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമ്രേഡിതം കലർന്നിടം ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ല എന്ന് പറയില്ലായിരുന്നു. വലിയ എന്താണ് ബ്രാഹ്മണനാണ്, രാജാവാണ്, മന്ത്രിയാണ്, MLA ആണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പട്ടി കടിച്ച് വിസർജിച്ചിട്ട് പോകും, മര്യാദയ്ക്കിരുന്നോണം എന്നാണ് എഴുത്തച്ഛൻ പറയാൻ കാരണം. ദേഹാഭിമാനം നിമിത്തമായി ഉണ്ടായ മോഹേന ലോകം ദഹിപ്പിക്കുക ഇറങ്ങിത്തിരിക്കരുത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അത് കാലദേശം കടന്ന് നിലനിൽക്കുന്നത്. ആ ഒറ്റ വാക്ക് മതി നമുക്ക്. കളിയാക്കിയതാണ് സാറേ, കളിയാക്കിയതാ. കാരണം അദ്ദേഹത്തിന് ഈ എഴുത്തച്ഛൻ കളിയാക്കിയ ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഇപ്പുറത്ത് കാണുന്ന നിയമസഭയിൽ ഒരു അംഗം പോലും ഇല്ലാത്ത, ഉണ്ണിയപ്പവും അച്ചപ്പവും ചുട്ട് തെക്കേ തെരുവിൽ ജീവിക്കുന്ന, സംഗീതം പഠിപ്പിച്ച് ജീവിക്കുന്ന സാധാരണ, ഇന്നത്തെ പോലെ യാതൊരു വിധമായ ആനുകൂല്യവും ഇല്ലാത്ത സാധാരണ ഇപ്പോഴത്തെ ബ്രാഹ്മണരെ കുറിച്ചല്ല. ഒരു കാലത്ത് ദുരധികാരം കയ്യാളിയിരുന്ന രാജാവിനെ പോലും വഴിതെറ്റിച്ചിരുന്ന ദുരന്ത ദുർധരന്മാരായ ബ്രാഹ്മണന്മാരെ കുറിച്ചാണ് ഒരു കാലത്ത് എഴുത്തച്ഛൻ എഴുതിയത്. അവർക്കെതിരെയുള്ള സമരമായിരുന്നു എഴുത്തച്ഛന്റെ സമരം. അതുകൊണ്ടാണ് ക്ഷത്രിയനായ രാമൻ വരുന്ന സന്ദർഭത്തിൽ പരശുരാമൻ തടയുമല്ലോ, അപ്പോഴും ഞാൻ 6-ാം തമ്പുരാനെ കൂട്ടുപിടിക്കുന്നു. ചെങ്കളം മാധവൻ അടിക്കാൻ വരുമ്പോൾ ഇത് കുട്ടികളുടെ കളിയാണ് എന്നാണല്ലോ മോഹൻലാൽ പറയുന്നത്. കുട്ടികളുടെ കളിയാണെന്ന് പറയും. ശ്രീരാമൻ ഇതുപോലൊരു ഡയലോഗ് പറയുന്നുണ്ട്: ചൊല്ലഴും മഹാനുഭാവന്മാരായുള്ള ജനം വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ ആശ്രയം എന്തോന്നുള്ളൂ ഞങ്ങൾക്ക് ഭഗവതെ, സ്വാശ്രമ കുലധർമ്മം എങ്ങനെ പാലിക്കുന്നു? നിങ്ങളെപ്പോലെ മഹാപണ്ഡിതന്മാരായ മഹാവീരന്മാരായ സാക്ഷാൽ ശ്രീപരമേശ്വരിൽ നിന്ന് പോലും ആയോധന വിദ്യ അഭ്യസിച്ച് അദ്ദേഹത്തിന്റെ ആയുധം സ്നേഹത്തോടുകൂടി കയ്യിലേക്ക് പകർന്നു വച്ചിരുന്ന, അതുകൊണ്ട് ആയോധനം നടത്തി ക്ഷത്രിയന്മാരെ 21 റൗണ്ട് കൊന്ന അങ്ങേപോലെയുള്ള പ്രതിപാദനന്മാരായ മനുഷ്യർ, മഹാബലവാന്മാരായ മനുഷ്യർ, ഉഗ്രപേശസ്ഥനായ മനുഷ്യൻ എന്നെ പോലെയുള്ള 12 വയസ്സായ ചെറുക്കന്മാരോടൊക്കെ വെല്ലുവിളിക്കാൻ വന്നാൽ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ കുലധർമ്മം ചെയ്യുക എന്ന് ചോദിക്കും. നിന്റെ പ്രസംഗമൊക്കെ എനിക്ക് കേൾക്കണ്ട, നിന്റെ നാക്കിന് എല്ലാം എനിക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് നരേന്ദ്രപ്രസാദ് സാർ പറയും പോലെ നിന്റെ പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ട. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചത്, എന്റെ കയ്യിലുണ്ട് ഒരു ചാപം വൈഷ്ണവം മഹാസാരം, അമ്പയ്യാൻ പറഞ്ഞു. വലിച്ച് കുലച്ച് നിറച്ച് നിൽക്കുന്ന രാമന്റെ രൂപം എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, മാർഗം നിഷ്ഫലമാകയില്ല, എന്റെ ലക്ഷ്യം നിഷ്ഫലമാകില്ല, എന്റെ അസ്ത്രം നിഷ്ഫലമാകില്ല, അതുകൊണ്ട് ലക്ഷ്യം കാണിച്ചു തരാൻ പറയും. അന്നോളം അസമാർജിച്ച തപശക്തിയുടെ വ്രതബലത്തിന്റെ ആത്മബലത്തിന്റെ കണ്ഠത്തിൽ എയ്ത് മുറിക്കാനാ പറയുന്നത്. അങ്ങനെ അമ്പയ്യുന്നു എന്നാണ് പറയുന്നത്. സങ്കല്പമാണ്. തപശക്തിയിലേക്ക് അമ്പയ്യുക എന്ന് പറഞ്ഞാൽ സങ്കല്പമാണ്. അപ്പൊ അന്ന് പരശുരാമനൊരു പാഠം പഠിച്ചു, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഗുണ്ടൂസ് പഠിച്ചു. കൊച്ചാണെന്ന് കരുതി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകരുത് എന്നാണ്. എനിക്കിത് വായിക്കുമ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാനൊരു 15-16 വയസ്സിൽ ഈ പണി തുടങ്ങിയതാണ്. ഒരുപാട് സ്ഥലത്ത് ഈ മൈക്ക് ശരിയാക്കാൻ വന്ന കുട്ടിയാണെന്നൊക്കെ വിചാരിച്ച് ഒരുപാട് സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് സെക്രട്ടറി പ്രസിഡന്റും കൂടെ കമ്മിറ്റി ഓഫീസിലിരുന്ന് നീ എന്താണ് പറയാൻ പോണെന്ന് പറഞ്ഞ് കേൾപ്പര് ഇവിടെ എന്ന് പറയും. ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞത് സരസ്വത കടാക്ഷമാണ്, ഇപ്പൊ പറഞ്ഞ ചിലപ്പോൾ അത് അപ്പോഴും വരില്ല, പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. നമുക്ക് അനുഭവവേദ്യമായത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അത്തരത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കൃതിയായ അധ്യാത്മരാമായണത്തിന്റെ കാലത്തെയും ദേശത്തെയും കടന്നുള്ള പറക്കലിൽ ആ ചിറകിൻ്റെ ഒരു തുമ്പിലാണ് ഞാനും ഇരിക്കുന്നത്. പണ്ട് ഉഗ്രമായൊരു ഫിസിക്സിന്റെ തത്വം കവിതയിൽ അവതരിപ്പിച്ച ശങ്കരക്കുറുപ്പ് പറഞ്ഞല്ലോ, ചോഴിയായി ലോകം ചുറ്റും ജിപ്സി പെണ്ണാണ് ഊഴി, ഉത്തരീയത്തിൻ കെട്ടിൽ ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഉഗ്രം ഫിസിക്സ് ആണത്. അതുപോലെ ഈ പറക്കലിന്റെ ചിറകിന്റെ ഏതോ ഒരറ്റത്ത് ഞാനും എൻ്റെ വാക്കും ഇരിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലായിടത്തും രാമനെ കാണാൻ കഴിയുന്ന ശ്രീ ഹനുമാന്റെ മുമ്പിൽ സർവാക്ഷരങ്ങളും വച്ച് പ്രണമിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച, ഈ വിഷയത്തിൽ സംസാരിക്കാൻ ക്ഷണിച്ച ജയകുമാർ സാർ എന്നോട് പറഞ്ഞത് ലേഖനമാക്കി എഴുതിത്തരണമെന്ന്. ലേഖനമാക്കി എഴുതുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ലേഖനം വേറൊരു ഭാഷയാണ്, സാധാരണ ജനങ്ങളുടെ വേറൊരു ഭാഷയാണ്. ശാസ്ത്രം അറിഞ്ഞല്ല ജനം കല ആസ്വദിക്കാൻ വരുന്നത് എന്ന് പറയുന്നത് പോലെയാണ്. കമലകളത്തിൽ പറയുമല്ലോ, ശാസ്ത്രം അറിഞ്ഞല്ല ജനം കല ആസ്വദിക്കാൻ വരുന്നത്. അതുകൊണ്ട് ജനതയ്ക്ക് വേണ്ടത് സാധാരണ ഭാഷയിലാണ്. അത് പണ്ഡിതന്മാർക്ക് വായിക്കാൻ അങ്ങനെ വേണമെന്നില്ല. അതുകൊണ്ട്
ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയൊന്നും ആയിരിക്കില്ല, അതിൻ്റെ കുറച്ചുകൂടെ തത്വാർത്ഥത്തിലായിരിക്കും ചിലപ്പോൾ എഴുതുമ്പോൾ വരുന്നത്. ഈ എഴുത്ത് വരിക എന്നാണ് നമ്മൾ പറയാറ്. അത് ഏത് കാലത്ത് വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാലും വരട്ടെ. ഏറ്റവും സന്തോഷത്തോടു കൂടി ആദരവോടുകൂടി ഈ എന്നെ ഇവിടെ ക്ഷണിച്ച ശ്രീ വിഭു പെരുപ്പങ്കോടിനും ദേവസ്വം ബോർഡിനും ജയകുമാർ സാറിനും ഒക്കെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.